We've won this. This war has been won. Epic fury! Turned out to be easier than we thought. And we've won. Let me tell you, we've won. But we've defeated the enemy. ട്രംപ് പറയുന്നത് അവരാണ് ജയിച്ചതെന്നാണ്. വെടിനിർത്തൽ കരാർ വായിക്കുമ്പോൾ അതങ്ങനെയല്ലെന്നും തോന്നും. മിഡിൽ ഈസ്റ്റിലെ ഒരു അമേരിക്കൻ യുദ്ധം എന്താണെന്ന് നമുക്കൊരു ചിത്രം ഉണ്ടായിരുന്നു. കുവൈറ്റിലോ ഖത്തറിലോ ഒരു താവളത്തിലേക്ക് കുറെ അമേരിക്കൻ സൈനികർ ഇറക്കുന്നു. പിറകെ ആയുധങ്ങളും വാഹനങ്ങളും വരുന്നു. പിന്നെ മരുഭൂമിയിലെ കമാൻഡോ ഓപ്പറേഷനുകളുടെ ഫുട്ടേജുകളും. അതായിരുന്നു സ്ഥിരം ശൈലി. എന്നാൽ കഴിഞ്ഞ 5 മാസമായി ഇറാൻ കിടന്ന് നരകിച്ചത് അങ്ങനെയൊരു യുദ്ധത്തിലായിരുന്നില്ല. ലോകം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ആധുനികമായ വിനാശകരമായ യുദ്ധം കണ്ട 5 മാസങ്ങളാണ് കഴിഞ്ഞുപോയത്. ആർക്കായിരുന്നു നഷ്ടം? ആരാണ് നേടിയത്? 2026 ഫെബ്രുവരിയിലാണ് അത് തുടങ്ങിയത്. യുദ്ധമെന്നോ പ്രോക്സി വാറെന്നോ സംഘർഷമെന്നോ ഒക്കെ വിളിക്കാവുന്ന ബലാബലം. ഇറാനിൽ റെജിം ചേഞ്ച് വന്നിട്ടേ പിന്മാറുവെന്ന് ഭീഷണിപ്പെടുത്തി അമേരിക്കയും ഇസ്രായേലും തുടങ്ങിവെച്ച പരസ്പരമുള്ള തൂക്കം നോക്കൽ. ഒന്നല്ല 2 യുദ്ധമുഖങ്ങളാണ് അധിനിവേശക്കാർ തുറന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി, ഓപ്പറേഷൻ റോറിംഗ് ലയൺ. കരയുദ്ധം പൂർണ്ണമായി ഒഴിവാക്കിയ 2ാം ലോക മഹായുദ്ധകാലത്ത് പോലും ലോകം കണ്ടിട്ടില്ലാത്തത്രയും വലിയ എയർ സ്ട്രൈക്ക് നടന്ന ഓപ്പറേഷനുകൾ. 5 മാസത്തെ കൈനറ്റിക് സൈബർ വാർഫെയറും കടലിടനാഴികളിലെ ഉപരോധങ്ങളും കഴിഞ്ഞു. 2026 ജൂൺ 18 പാകിസ്ഥാന്റെ ഇടനിലയിൽ ഇസ്ലാമാബാദിൽ താൽക്കാലിക സമാധാന കരാർ ഒപ്പുവെച്ചു. യുദ്ധത്തിന്റെ 1ാം ഘട്ടമാണ് അവസാനിച്ചത്. എന്നാൽ ഇത് ഇവിടെയെങ്ങും തീരുന്നതുമല്ല. അമേരിക്ക ഉന്നം വെച്ചതുപോലെ ഇറാന്റെ ന്യൂക്ലിയർ കാസ്കേഡുകൾ ഇല്ലാതാക്കാനും റെജിം കൊളാപ്സ് ഉണ്ടാക്കാനും അവർക്ക് കഴിഞ്ഞോ? ഇസ്രായേൽ ഒരുപാട് കാലമായി സ്വപ്നം കാണുന്ന തങ്ങളുടെ അതിർത്തികളിലെ റിംഗ് ഓഫ് ഫയർ ഡിഫൻസ് ഇല്ലാതായോ? അതോ യുദ്ധത്തിന്റെ ആദ്യ ദിനം തന്നെ സുപ്രീം ലീഡറെ നഷ്ടപ്പെട്ടിട്ടും ആഗോള എനർജി മാർക്കറ്റിനെയും സ്ട്രേറ്റ് ഓഫ് ഹോർമുസിനെയും നിശ്ചലമാക്കി ഇറാൻ അവരുടെ അസിമെട്രിക് ലെവറേജ് ഒരിക്കൽ കൂടി തെളിയിച്ചോ? ഈ 3 രാജ്യങ്ങളും എന്തിനായിരുന്നു യുദ്ധത്തിന് പുറപ്പെട്ടത്? അതിൽ ഓരോരുത്തരും എത്രത്തോളം വിജയിച്ചു? ആർക്കൊക്കെയാണ് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചത്? കൃത്യമായ ഡാറ്റകളും സ്ട്രാറ്റജിക് അനാലിസിസും ഉപയോഗിച്ച് 5 മാസത്തെ ബലാബലത്തിന്റെ ബാലൻസ് ഷീറ്റ് പരിശോധിക്കാം. 2026 ഫെബ്രുവരി 28 ഇരുട്ടി വെളുത്തപ്പോൾ അമേരിക്ക തുടങ്ങിയ യുദ്ധമല്ല ഇത്. 42 വർഷത്തെ തയ്യാറെടുപ്പാണ്. ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം വിജയിച്ച കാലത്തോളം പഴക്കമുള്ള പക, പലവട്ടം പരാജയപ്പെട്ട നയതന്ത്രത്തിന്റെയും ലോകത്തിന് ഇനിയും മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ലാത്ത സാമ്പത്തിക ഉപരോധങ്ങളുടെയും സ്ട്രാറ്റജിക് ഡിസഡ്വാൻറ്റേജിന്റെയും അവസാനമാണ് അവർ B2 ബോംബറുകളുമായി എത്തിയത്. സെൻകോം എന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി തുടങ്ങിയപ്പോൾ അതെങ്ങനെ അവസാനിപ്പിക്കണമെന്നും അവർക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം അവർ മറന്നുപോയി. പേർഷ്യൻ ഗൾഫിൽ തങ്ങളെ കാത്തിരിക്കുന്നത് പരിചയമില്ലാത്ത കടലും കരയുമാണെന്ന യാഥാർത്ഥ്യം. കഴിഞ്ഞ 10 വർഷങ്ങൾ പോലെ തന്നെ 2025 ഇറാന് നല്ല വർഷമായിരുന്നില്ല. വർഷാദ്യം തന്നെ ഇറാന്റെ സമ്പദ് വ്യവസ്ഥ തകർന്ന് മൂക്ക് നിലത്ത് മുട്ടി. പണപ്പെരുപ്പം 50% വർദ്ധിച്ചു. കഴിഞ്ഞ ആഴ്ച 1 റിയാൽ ഉണ്ടായിരുന്ന റൊട്ടിക്ക് ഈ ആഴ്ചത്തെ വില 70 റിയാലായി. ഇറാനിയൻ സെൻട്രൽ ബാങ്കിന് കറൻസി അച്ചടിക്കാനുള്ള കടലാസ് ചൈനയിൽ നിന്ന് വാങ്ങാനുള്ള കാശ് പോലുമില്ലാത്ത അവസ്ഥ. ലക്ഷക്കണക്കിന് കോടി റിയാലിന്റെ അസറ്റുകളാണ് ഓരോ രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴും ഇല്ലാതായത്. ഇന്നലെ വരെ വിറ്റാൽ 50 ലക്ഷം രൂപ കിട്ടുമായിരുന്ന നിങ്ങളുടെ വീടിന് ഇന്ന് 5 ലക്ഷം മാത്രമാണ് മതിപ്പ് വിലയെന്ന സാഹചര്യം ഒന്ന് ഓർത്തു നോക്കൂ. റിയാൽ തകർന്നതോടെ ജനം തെരുവിലിറങ്ങി. 2026 ജനുവരിയിൽ ടെഹ്റാനിലും ഇസ്ഫഹാനിലും തബ്രിസിലും വ്യാപാരികൾ പണിമുടക്കി. സാധനങ്ങൾ കിട്ടാതായതോടെ കൊള്ളയും കൊള്ളിവെപ്പും തുടങ്ങി. കച്ചവടക്കാരും അവർക്കെതിരെ കൊള്ള നടത്തി പ്രതിഷേധിച്ച സാധാരണക്കാരും ഒടുക്കം സർക്കാരിനെതിരെ തിരിഞ്ഞു. ഇറാനി ഭരണകൂടം സ്വാഭാവികമായും ക്രൂരമായിട്ടാണ് പ്രതികരിച്ചത്. ജനങ്ങളെ അടിച്ചമർത്താൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സും ബാസിജ് മിലിഷ്യകളും ഇറങ്ങി. ഇതാണ് പറ്റിയ അവസരമെന്ന് വാഷിംഗ്ടണിന് തോന്നിയത്. അങ്ങനെയാണ് 3 കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയാൽ ഇപ്പോൾ ഇറാനെ നിലംപരിശാക്കാം. 1. ഇറാന്റെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റുകളിൽ പിഴവില്ലാത്ത എയർ സ്ട്രൈക്ക്. 2. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് പൂർണ്ണമായി തകർത്ത് ഇറാനെ ബ്ലാക്ക് ഔട്ടിലാക്കൽ. 3. ആകെ കുഴഞ്ഞു മറിഞ്ഞ ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്ക് അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള ഉപഗ്രഹങ്ങൾ വഴി ഇന്റർനെറ്റ് നൽകി അതിലൂടെ അമേരിക്കൻ പ്രൊപ്പഗാൻഡ പ്രചരിപ്പിച്ച് ഇറാനിയൻ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ വിപ്ലവമുണ്ടാക്കൽ. ഇതായിരുന്നു അമേരിക്കൻ സ്ട്രാറ്റജി. ഒരു ഭാഗത്ത് ആഭ്യന്തര വിപ്ലവം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ മറുഭാഗത്ത് കൂടി അമേരിക്കയ്ക്ക് കരമുന്നേറ്റം എളുപ്പമാകുമെന്ന ട്രംപ് എറയിലെ വീഡിയോ ഗെയിം സ്ട്രാറ്റജി കേട്ട് നല്ല ബുദ്ധിയുള്ള അമേരിക്കൻ ജനറൽമാരും കൈയടിച്ചെന്നതാണ് ആശ്ചര്യം. കടലിൽ അമേരിക്ക കാത്തുകിടക്കുകയും കരയിൽ ഇറാനിയൻ വിപ്ലവകാരികൾ ഖമേനി ഭരണകൂടത്തെ സ്തംഭിപ്പിക്കുകയും ചെയ്താൽ 2 യുദ്ധമുഖങ്ങളിൽ ഒരുമിച്ച് പൊരുതാൻ ഇറാന് ശേഷിയില്ലെന്ന് അവർ വിശ്വസിച്ചു. സഖ്യകക്ഷികളെ വിശ്വസിപ്പിച്ചു. എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് തീരുമാനിച്ചു.
ഇനി എന്തിന് ഇറാനെ ആക്രമിക്കുന്നു എന്ന ചോദ്യം ഉണ്ടാകുമല്ലോ. അതിനും ട്രംപ് മീഡിയയിൽ പ്രൊപ്പഗാൻഡകൾ വന്നു. 2 പതിറ്റാണ്ടിലേറെയായി സ്ഥിരം പറയുന്ന ഇറാന്റെ മോഡേൺ ന്യൂക്ലിയർ എനർജി സൈക്കിളിന്റെ ഡബിൾ ട്രാക്ക് വികസനമാണ് ഒന്നാമത്തെ കാരണം. 2 ഇറാന്റെ കൈവശമുണ്ട് എന്ന് അമേരിക്ക വിശ്വസിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ആയുധ ശേഖരം. 2025 അവസാനത്തോടെ ഇറാനെ ആണവ നിരായുധീകരണത്തിന് ഇനിയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് അമേരിക്ക ഉറപ്പിച്ചതാണ്. അനൗപചാരിക ചർച്ചകൾ പരാജയപ്പെട്ടപ്പോൾ അമേരിക്ക 3ാം ഘട്ട പ്രചരണം തുടങ്ങി. നറ്റാൻസിലും ഫോർഡോയിലുമുള്ള അണ്ടർഗ്രൗണ്ട് ടണലുകളിൽ ഇറാൻ യുറേനിയൻ സമ്പുഷ്ടീകരണം 60% പ്യൂരിറ്റിയിലേക്ക് എത്തിച്ചെന്നും നേരത്തെ ലോകം കണക്കുകൂട്ടിവെച്ച ബ്രേക്ക് ഔട്ട് സമയം കുറഞ്ഞെന്നും CIA നൽകിയ റിപ്പോർട്ട് ട്രംപ് മീഡിയ ആഞ്ഞുവീശി. വെറും സാമ്പത്തിക ഉപരോധം കൊണ്ട് ഇറാന് പരിക്കേൽക്കില്ലെന്ന് അമേരിക്കയ്ക്ക് ഉറപ്പായിരുന്നു. ഇറാനെതിരെ 6 തവണയായി 6000-ലധികം കാറ്റഗറികളിലാണ് അമേരിക്ക സാമ്പത്തിക ഉപരോധം കൊണ്ടുവന്നത്. ഓരോ തവണയും ഉപരോധം പ്രഖ്യാപിച്ച് അന്താരാഷ്ട്ര സമവായം ഉണ്ടാക്കാനും അമേരിക്ക പാടുപെട്ടു. നാറ്റോ ഏതാണ്ടൊപ്പം നിന്നെങ്കിലും പ്രധാന യൂറേഷ്യൻ ശക്തികൾ ഇറാനുമായി അപ്പോഴും കച്ചവടം നടത്തി. ഉപരോധം കൊണ്ട് ഇനി കാര്യമില്ലെന്ന് വന്നപ്പോൾ 2025 ജൂൺ മാസം ട്രംപ് ഭരണകൂടം ഇനി ചർച്ചയില്ല എന്ന് പറഞ്ഞ് അന്താരാഷ്ട്ര വേദികളിൽ നിന്ന് മാറി. ഓപ്പറേഷന് ആയുധങ്ങൾ ശേഖരിക്കാനും വിന്യാസത്തിനുമായിരുന്നു പിന്നത്തെ ശ്രദ്ധ. അമേരിക്ക ഇറാനോട് ആദ്യം മുതൽ ആവശ്യപ്പെട്ടിരുന്ന കാര്യമുണ്ട്. നാശം വേണ്ടെങ്കിൽ നിരുപാധികം കീഴടങ്ങുക. ട്രംപിന്റെ വെറും തമാശ മാത്രമായി അന്നത് ലോകം തള്ളിക്കളഞ്ഞു. പക്ഷേ ട്രംപ് വെറും പൊട്ടനായതുകൊണ്ടല്ല കീഴടങ്ങാൻ ഇറാനോട് ആവശ്യപ്പെട്ടത്. ഇതിന്റെ ബേസിക് ഡിപ്ലോമസി പറഞ്ഞ ഒരു നല്ല യുദ്ധം നടത്തി മേൽക്കൈ പിടിച്ച് അന്താരാഷ്ട്ര സമാധാന ഉടമ്പടി കൊണ്ടുവരുമ്പോൾ അമേരിക്കയ്ക്ക് കൺട്രോളുള്ള ലിവറേജ് ഉണ്ടാക്കലായിരുന്നു ലക്ഷ്യം. അതായത് ഇറാന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ഓഫർ കൊടുക്കുക. അതെന്തായാലും അവർ നിഷേധിക്കുമല്ലോ. ട്രംപ് മുന്നോട്ട് വെച്ച ഉടമ്പടിയിലെ തമാശകൾ ഇവയായിരുന്നു. ഒന്ന്, ഇറാൻ ഡിക്ലെയർ ചെയ്തതും അല്ലാത്തതുമായ ടണൽ റിയാക്ടറുകൾ ഉൾപ്പെടെ എല്ലാ സൈനിക സിവിലിയൻ ഫെസിലിറ്റികളിലേക്കും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് പരിധിയില്ലാത്ത പ്രവേശനവും പരിശോധനയും അനുവദിക്കുക. 2, 500 കിലോഗ്രാമിൽ കൂടുതൽ പേലോഡുകൾ വഹിക്കാനോ 300 കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിക്കാനോ കഴിവുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ വികസനം, പരീക്ഷണം, വ്യാപനം എന്നിവ ഇറാൻ പൂർണ്ണമായി നിർത്തുക. 3, ഇറാന്റെ എല്ലാ ഇന്റർനാഷണൽ ഓപ്പറേഷനുകളും നിർത്തിവെക്കുക. ഇറാൻ ആർക്ക് എത്ര പണം കൊടുക്കുന്നുവെന്ന് അന്താരാഷ്ട്ര കമ്മിറ്റി എല്ലാ മാസവും ഓഡിറ്റ് ചെയ്യുക. ഇനി പറയേ, ഇതിലേതെങ്കിലും പരമാധികാര റിപ്പബ്ലിക്കായ സ്വന്തം ആത്മാഭിമാനത്തിൽ അവസാന ശ്വാസം വരെ വിശ്വസിക്കുന്ന ഇറാനെ പോലൊരു രാജ്യം അംഗീകരിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. അതാണ് അമേരിക്കയ്ക്ക് വേണ്ടിയിരുന്നത്. അമേരിക്കയ്ക്ക് കപ്പലുകളുമായി ഇറാനോട് അടുക്കേണ്ടിയിരുന്നു. ഇറാനിലെ ടാർഗറ്റ് പ്രൊഫൈലിന് ഉന്നം പിഴയ്ക്കാത്ത സ്ട്രൈക്ക് മെട്രിക്സ് വേണമെന്ന് അമേരിക്കയ്ക്കറിയാം. ഈ യുദ്ധത്തിൽ അമേരിക്ക എവിടെയെങ്കിലും ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ മാത്രമാണ്. ഹാർഡൻഡ് ടാർഗറ്റ് പെനിട്രേഷനാണ് അമേരിക്ക കണ്ട വഴി. ഇറാൻ ഭൂമിക്ക് മുകളിൽ പ്ലാന്റ് പണിതല്ല യുറേനിയം എൻറിച്ച് ചെയ്യുന്നത്. ഭൂനിരപ്പിൽ നിന്ന് 100 അടി വരെ താഴ്ചയുള്ള റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിന്റെ കൂറ്റൻ ടണൽ പ്ലാന്റുകളാണിവ. ഇത് പൊളിക്കാനുള്ള അമേരിക്കൻ വജ്രായുധം B2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകൾ ഇറാനിൽ ഏറെക്കുറെ ഫലിച്ചു. ടണൽ റിയാക്ടറുകൾ പൊളിച്ചാലും യുദ്ധം ജയിച്ചാലോ അമേരിക്ക കരുതും പോലെ ഇറാനിലെ ഭരണം മാറിയില്ലെങ്കിലോ അവരിത് വീണ്ടും പണിയും. പ്ലാന്റുകൾ പുതുക്കി പണിയുന്നത് പരമാവധി വൈകിപ്പിക്കാൻ GBU-57 മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്ററുകൾ ഉൾപ്പെടെയാണ് ഇറാനിയൻ ടണലുകളുടെ 4 അടി കനമുള്ള കോൺക്രീറ്റ് പെനിട്രേറ്റ് ചെയ്യാൻ അമേരിക്ക ഉപയോഗിച്ചത്. സെൻട്രിഫ്യൂജ് മാനുഫാക്ചറിംഗ് ലാബും റിസർച്ച് ഫെസിലിറ്റികളും സപ്ലൈ ചെയിനുകളും കൃത്യമായി മാപ്പ് ചെയ്ത് പെനിട്രേറ്ററുകളിൽ ലോഡ് ചെയ്യുന്ന ജോലി 2024 തന്നെ അമേരിക്ക പൂർത്തിയാക്കിയിരുന്നു. ഇറാനിയൻ റിപ്പബ്ലിക് ഗാർഡ്സിന്റെ എയ്റോസ്പേസ് ഫോഴ്സിന്റെ കയ്യിൽ ചില മിന്നൻ താരങ്ങളുണ്ട്. മൊബൈൽ സൈലോ ബേസ്ഡായ സോളിഡ് ഫ്യൂവൽ ബാലിസ്റ്റിക് മിസൈൽ കളക്ഷൻ, പ്രത്യേകിച്ച് ഖൈബർ ഷെക്കൻ ഫത്ത വേരിയന്റുകൾ. ഇറാൻ ഇതെല്ലാം എടുത്ത് പൊട്ടിച്ചാൽ അമേരിക്കയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ല. ഇവ ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ് ഇല്ലാതാക്കാനും കൂടി അമേരിക്ക B2 സ്റ്റെൽത്ത് ബോംബറുകൾ കരുതി വച്ചിരുന്നു. ഇതിനൊപ്പം കഴിഞ്ഞ 50 വർഷത്തോളമായി ഇറാൻ പ്രാദേശിക പ്രോക്സികളുടെ ഒരു നെറ്റ്വർക്കിന് ഫണ്ട് ചെയ്ത് ആയുധം നൽകി കമാൻഡ് ചെയ്തുകൊണ്ട് എഫക്റ്റീവായ ഒരു അസിമെട്രിക് സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ട്. ലെബനീസ് ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ, ഇറാഖിലെ ഷിയ മിലിഷ്യകൾ, ഗാസയിലെ ഹമാസ്, ഇറാനിൽ തന്നെ പ്രവർത്തിക്കുന്ന IRGC ഗുഡ്സ് ഫോഴ്സ് കമാൻഡ് നോഡുകൾ, ലോജിസ്റ്റിക്കൽ പൈപ്പ് ലൈനുകൾ, ഇറാനിൽ തന്നെ പ്രവർത്തിക്കുന്ന ഫിനാൻഷ്യൽ നെറ്റ്വർക്കുകൾ എന്നിവരാണ് ഈ അച്ചുതണ്ടിലുള്ളത്. ഈ ഡിഫൻസ് ആക്സിസിനെ മുച്ചൂട് നശിപ്പിക്കലും അമേരിക്കയുടെ ലക്ഷ്യമായിരുന്നു. ഇറാനിലെ റീജിയണൽ കമാൻഡ് സെന്ററുകൾ പൊട്ടിത്തെറിച്ചാൽ ഇറാഖി സിറിയൻ കോറിഡോറിലൂടെ നാവിഗേഷൻ കിറ്റുകളും ഇറാന് വേണ്ട ഡ്രോൺ സ്പെയർ പാർട്സും അമേരിക്കൻ വ്യാജ ഡോളറും കടത്താൻ ഉപയോഗിക്കുന്ന സപ്ലൈ ചെയിനും പൊളിയും. ഇസ്രായേലിന് കാര്യങ്ങൾ എളുപ്പമാകും. അതാണ് വാഷിംഗ്ടൺ ഈ പ്രോക്സി ഗ്രൂപ്പുകളെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷേ ആ സപ്ലൈ ചെയിനിന് ഈ യുദ്ധം പാതി വഴി പിന്നിട്ടപ്പോഴും ഒരു പോറൽ വെച്ചിട്ടില്ല. ടെഹ്റാനിൽ നിന്നുള്ള സാമ്പത്തിക പിന്തുണയും ടെക്നോളജി ഇൻപുട്ടുകളും ഇല്ലാതെ
ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പുകൾ വികലാംഗരാകും എന്ന അമേരിക്കൻ ഇസ്രായേലി പ്രതീക്ഷ ഇറാനിൽ നടന്നില്ല. ഇനി ഹോർമൂസിലെ പ്രതിസന്ധി. യുദ്ധമുണ്ടായാൽ ഇറാൻ ആദ്യം അടയ്ക്കുക ഹോർമൂസ് ആണെന്ന് അമേരിക്കക്ക് അറിയാത്തതല്ല. ലോകത്തിലെ ഏറ്റവും നിർണായകമായ ഓയിൽ ലോജിസ്റ്റിക് ചോക്ക് പോയിന്റാണ് ഹോർമൂസ് കടലിടുക്ക്. ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന പെട്രോളിയത്തിന്റെ 20% ഓരോ ദിവസവും ഈ കുപ്പിക്കഴുത്തിലൂടെയാണ് പോവുക. അമേരിക്ക ഇറാനെ ചെറുതായൊന്ന് മാന്തിയാൽ പോലും ഫ്ലീറ്റുകളായി വന്ന് കൊതുകുകളെ പോലെ ആക്രമിക്കുന്ന ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകൾ, സ്മാർട്ട് നേവൽ മൈനുകൾ, ലാൻഡ് ബേസ്ഡ് ആന്റിഷിപ്പ് ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഉപയോഗിച്ച് കടലിടുക്ക് അടച്ചുപൂട്ടാനുള്ള A2AD സ്ട്രാറ്റജി ഇറാന്റെ എക്കാലത്തെയും കരുത്താണ്. അതുകൊണ്ട് ആക്രമണം തുടങ്ങിയാൽ US നേവിയുടെ ആദ്യത്തെ ജോലി ഹോർമൂസിൽ ബലപ്രയോഗത്തിലൂടെ വെസ്റ്റേൺ കൺട്രോളിലുള്ള നാവിഗേഷൻ സ്ഥാപിക്കലായിരുന്നു. അതിന് ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ളൊരു നേവൽ ക്ലിയറിംഗ് അറ്റാക്ക് വേണ്ടിയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പേൾ ഹാർബറിൽ നടന്നതിനേക്കാൾ വലിയ ഒന്ന്. ബോംബിംഗ് തുടങ്ങി കാര്യങ്ങൾ വഷളായാൽ ഇറാനിയൻ റിപ്പബ്ലിക്കൻ നേവിയുടെയും പരമ്പരാഗത ഇറാനിയൻ നേവിയായ ആർട്ടിഷിൻ്റെയും ഹോർമൂസിൽ ഡോക്ക് ചെയ്തിരിക്കുന്ന കപ്പലുകൾ പൂർണ്ണമായും നശിപ്പിക്കാനാണ് 2026 ഫെബ്രുവരിയിൽ അമേരിക്കൻ സെൻട്രൽ നേവൽ കമാൻഡിന് നിർദ്ദേശം കിട്ടിയത്. അതിനാണ് അവർ തൊട്ടടുത്ത മാസം ബന്ദർ അബ്ബാസിലെയും ജാബഹാറിലെയും ജാസ്കിലെയും ഇറാനിയൻ നേവൽ കമാൻഡുകളെ ലക്ഷ്യമിട്ടും ഹോർമുസ്ഗാൻ പ്രൊവിൻസിന്റെ തീരങ്ങളിലെ മൊബൈൽ ആന്റി നേവൽ മിസൈൽ ബാറ്ററികൾ നശിപ്പിച്ചും നിരന്തര ആക്രമണം നടത്തിയത്. ഈ ആവശ്യത്തിന് ജോർദാനിലെയും ഡീഗോ ഗാർസിയയിലെയും അമേരിക്കൻ താവളങ്ങളിലേക്ക് ഒന്നിലധികം കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പുകൾ, ആംഫിബിയസ് റെഡി ഗ്രൂപ്പുകൾ, അഡ്വാൻസ്ഡ് 5th ജനറേഷൻ ഫൈറ്റർ സ്ക്വാഡ്രണുകൾ, A-22 റാപ്റ്ററുകൾ, A-35 ലൈറ്റ്നിങ് എന്നിവ യുണൈറ്റഡ് വിന്യസിച്ചു. എല്ലാം ഉണ്ടായിട്ടും ഹോർമൂസ് പിടിക്കാനുള്ള അമേരിക്കൻ ശ്രമം പരാജയപ്പെടുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഹോർമൂസ് ഒരു തടസ്സവുമില്ലാതെ ഇറാൻ തന്നെ കൺട്രോൾ ചെയ്തു. അതിനൊരു വെല്ലുവിളി ഉണ്ടായിട്ടില്ല. ഇനി പ്രതിരോധം. കൊട്ടിയാൽ ഇറാൻ വെറുതെ ഇരിക്കില്ലെന്ന് അമേരിക്കയ്ക്കറിയാം. ഇറാൻ എങ്ങനെയൊക്കെ പ്രതികരിച്ചേക്കാമെന്ന് ജനറൽമാർ പ്രൊജക്ഷൻ കൊടുത്തു. അറ്റ്ലാന്റിക് എന്ന വലിയ കുളം കടന്ന് അമേരിക്കൻ മണ്ണിൽ നേരിട്ടുള്ള ആക്രമണം ഒരിക്കലും ഇറാനെ കൊണ്ട് സാധിക്കുന്നതല്ല. നാറ്റോയുടെ റഡാറുകൾ വെട്ടിച്ച് അറ്റ്ലാന്റിക്കിലേക്ക് പ്രവേശിക്കുന്നത് പോലും അസാധ്യം. പകരം ഇറാൻ ലക്ഷ്യമിടുന്നത് അമേരിക്കയുടെ സാമന്ത രാജ്യങ്ങളെയാവും. ഇസ്രായേൽ, പിന്നെ അറബ് രാജ്യങ്ങളും. അത് തടയേണ്ടതുണ്ട്. പേർഷ്യൻ ഗൾഫിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള അമേരിക്കൻ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറിൽ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി സംഘർഷത്തെ അന്താരാഷ്ട്രവൽക്കരിക്കാൻ ശ്രമിക്കുമെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് കണക്കുകൂട്ടി. അത് കൃത്യമായിരുന്നു. US സേനയ്ക്ക് കഞ്ഞിവെക്കുന്നുവെന്ന് ആരോപിക്കുന്ന അറബ് സ്റ്റേറ്റുകളെ ബോംബാർഡ് ചെയ്യാനും ആഗോള പാനിക് ഇക്കോണമി സിറ്റുവേഷൻ ഉണ്ടാക്കാനും ഇറാൻ ശ്രമിക്കുകയും ചെയ്തതാണ്. സുഹൃത്തുക്കളെ സംരക്ഷിക്കാൻ പ്രാപ്തിയില്ലാത്ത ലോകരാജാവ് എന്ന പദവി അമേരിക്ക ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് വാഷിംഗ്ടണിന്റെ വാർ സ്ട്രാറ്റജിയുടെ പ്രധാന പ്രയോറിറ്റി സഖ്യരാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെയും സംരക്ഷണമായിരുന്നു. സൗദി അറേബ്യയിലെ അബ്ഖൈക്ക്, ഖുറൈസ് എണ്ണ സംസ്കരണ പ്ലാന്റുകളും ജലവിതരണത്തിനുള്ള ഡീസലൈനേഷൻ പ്ലാന്റുകളും റാസ് തനൂറയിലും റോയിസിലുമുള്ള ആഴത്തിലുള്ള എണ്ണ ലോഡിംഗ് ടെർമിനലുകളും പോറലേൽക്കാതെ നിലനിൽക്കണം. അത് അമേരിക്ക എന്ത് വില കൊടുത്തും സംരക്ഷിക്കുന്നതും യുദ്ധം കൊടുമ്പിരിക്കൊണ്ട കാലത്ത് ലോകം കണ്ടതാണ്. MIM-104 പാട്രിയറ്റ്, ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് ബാറ്ററികൾ, ഏജീസ് ബാലിസ്റ്റിക് മിസൈൽ, അങ്ങനെ $1 ബില്യൺ ചെലവ് വരുന്ന സംരക്ഷണമാണ് അറബ് രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകിയത്. ദുബായിലേക്കും അബുദാബിയിലേക്കും റിയാദിലേക്കും ഒക്കെ പാഞ്ഞു വന്ന ഇറാനിയൻ ഡ്രോണുകളെയും മിസൈലുകളെയും ആകാശത്ത് വെച്ച് പൊട്ടിത്തെറിപ്പിച്ചത് ഈ അമേരിക്കൻ സംവിധാനങ്ങളായിരുന്നു. $113 ബില്യൺ ഇന്ത്യൻ രൂപയിൽ എത്ര വരുമെന്നറിയാമോ? 10,66,273 കോടി രൂപ. 5 മാസം കൊണ്ട് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിക്ക് വേണ്ടി ഇറാനെ തുലയ്ക്കാൻ അമേരിക്ക ചെലവാക്കിയ തുകയാണ് ഈ 11 ലക്ഷം കോടി രൂപ. ഇന്ത്യയുടെ ആകെ പൊതുകടത്തിൻ്റെ 20-1. ഒരു ദിവസത്തെ യുദ്ധത്തിന് വേണ്ടി വന്നത് 7,150 കോടി രൂപ. എന്നിട്ട് അതിന് തക്ക പ്രയോജനങ്ങൾ ഉണ്ടായോ എന്ന് അമേരിക്കൻ ജനങ്ങളും മാധ്യമങ്ങളും ചോദിക്കുമ്പോൾ ട്രംപ് പറയുന്ന ന്യായങ്ങൾ വേറെയാണ്. അതെന്തായാലും അമേരിക്കയ്ക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായതെന്ന് നമുക്കൊന്ന് നോക്കാം. സത്യമാണ്, ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലൂടെ ലോകത്തെ പിന്നെയും ഞെട്ടിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു. അമേരിക്ക ആ പഴയ അമേരിക്ക തന്നെയാണെന്ന് ലോകത്തിന് വെളിവായി. സൈനിക നീക്കം 6 ദിവസം തികയ്ക്കും മുമ്പ് ഖമൈനിയെ വധിക്കാൻ ഇസ്രായേലിലെ ഗ്രൗണ്ട് നാവിഗേഷൻ സിസ്റ്റത്തിലേക്ക് ഔട്ട്പുട്ട് കൊടുത്തത് അമേരിക്കൻ മിലിറ്ററി സാറ്റലൈറ്റുകളാണ്. ആധുനിക മനുഷ്യന്റെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും സാങ്കേതികമായ, വിനാശകരമായ എയർ സ്ട്രൈക്കാണ് ഈ 5 മാസവും അമേരിക്ക നടത്തിയത്. പോയി സുപ്രീം കമാൻഡിന്റെ തല തകർന്നപ്പോഴാണ് ഇറാൻ നെഗോഷിയേഷൻ ടേബിളിലേക്ക് എത്തിയത്. റിയൽ ടൈം സൈബർ വാർ, ഇൻവിസിബിൾ സ്റ്റെൽത്ത് ഇൻവേഷൻ, അറേബ്യയെ അടക്കി ഭരിക്കാൻ ശേഷിയുള്ള ഇന്റലിജൻസ് നെറ്റ്വർക്ക്. അമേരിക്ക ഓരോ ദിവസവും ലോകത്തെ വിസ്മയിപ്പിക്കുകയായിരുന്നു. അമേരിക്കയുടെ 900 സ്ട്രൈക്ക് ഓപ്പണിംഗ് സാൽവോ ഉദാഹരണമാണ്. ആദ്യ ദിവസം, അതായത് 2026 ഫെബ്രുവരി 28 രാത്രി അമേരിക്കയും ഇസ്രായേലും ഇറാൻ ഡിഫൻസായ സീഡിൻ്റെ മൾട്ടി ഡൊമൈൻ എങ്ങനെ തകർക്കാം എന്ന വിഷയത്തിൽ തങ്ങളുടെ പൈലറ്റുമാർക്ക് ഒരു മാസ്റ്റർ ക്ലാസ് കൊടുത്തു.
12 മണിക്കൂറിനുള്ളിൽ ഇറാനിലെ 20 ഹൈ സെക്യൂരിറ്റി ഏരിയകൾക്ക് നേരെ സഖ്യസേന 900-ലധികം തവണ എയർ സ്ട്രൈക്ക് നടത്തി. വെറുതെ ബ്ലൈൻഡായ അറ്റാക്കല്ല, റഷ്യ കൊടുത്ത ഇറാന്റെ ആധുനിക എയർ ഡിഫൻസ് സംവിധാനങ്ങളെ ഒന്നുമല്ലാതാക്കിയ വെസ്റ്റേൺ ഡാൻസ്. അവരുടെ അറ്റാക്കിംഗ് ശൈലി നോക്കൂ. ഒരു കൈനറ്റിക് മിസൈൽ വീഴുന്നതിന് മുൻപ് അമേരിക്കൻ ഇസ്രായേലി സൈബർ വാർഫെയർ യൂണിറ്റുകൾ ഇറാന്റെ ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് നെറ്റ്വർക്കിലേക്ക് നുഴഞ്ഞു കയറി കിൽ സ്വിച്ചുകൾ ആക്റ്റീവ് ആകുന്ന മാൽവെയറുകൾ തുരുതുരായക്കും. സെക്കൻഡിൽ ലക്ഷക്കണക്കിന് ബഗുകൾ. റഷ്യൻ S-400 ഇറാൻ തന്നെ ആഭ്യന്തരമായി നിർമ്മിച്ച ബവാർ 373 സർഫസ് ടു എയർ മിസൈൽ ബാറ്ററികളും അതോടെ ഉപയോഗശൂന്യമാകും. അവയുടെ റഡാർ സ്ക്രീനുകളിൽ സിന്തറ്റിക് ഗോസ്റ്റ് ടാർഗറ്റുകൾ നിറയും. ഇറാന്റെ മിക്ക റഡാറുകളും ഇലക്ട്രോണിക് വാർഫെയർ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്ത ഹൈ പവർ ഇലക്ട്രോണിക് ജാമിംഗ് കൊണ്ട് പൂർണ്ണമായും മരവിപ്പിക്കപ്പെടുകയും ചെയ്യും. ഡിജിറ്റൽ പാത്ത് ക്ലിയർ ആയാൽ ഇസ്രായേലി F-35 ആദർ ഫൈറ്ററുകൾക്കൊപ്പം B-2 സ്പിരിറ്റ്, B-21 റൈഡർ സ്റ്റെൽത്ത് ബോംബറുകൾ ആകാശം തുറന്നിട്ടിരിക്കുന്ന പരമാധികാര ഇറാനിയൻ വ്യോമാതിർത്തിയിലേക്ക് ആഴത്തിൽ തുളച്ചു കയറും. രാജ്യത്തുടനീളമുള്ള അലേർട്ട് റഡാർ ഫ്ലീറ്റുകളും കമാൻഡ് ആൻഡ് കൺട്രോൾ നോഡുകളും കമ്മ്യൂണിക്കേഷൻ ടവറുകളും അവർ ആക്രമിച്ചു. 12 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇറാൻ ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു. ഉപരോധങ്ങൾക്കിടയിലും പതിറ്റാണ്ടുകളെടുത്ത് കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് നിർമ്മിച്ച ഇറാന്റെ മൾട്ടി ലെയർഡ് എയർ സ്പേസ് ഡിഫൻസ് മുച്ചൂടും തകർന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായി സംരക്ഷിക്കപ്പെടുന്ന വ്യോമ അതിർത്തികളിൽ പോലും അമേരിക്ക പറന്നിറങ്ങിയാൽ എന്താണ് സംഭവിക്കുക എന്ന് ലോകം കണ്ടു. 2-ാം ദിവസം പുലർച്ചെ സഖ്യസേന വടക്കൻ ടെഹ്റാന്റെ ഭൂമിക്കടിയിൽ ഒരു ഭൂഗർഭ ബങ്കർ ശൃംഖലയെ ലക്ഷ്യം വെച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമൈനിയെയും ഡസൻ കണക്കിന് ഉന്നത രാഷ്ട്രീയ വ്യക്തികളെയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് സ്ട്രാറ്റജിസ്റ്റുകളെയും ഗുഡ്സ് ഫോഴ്സ് കമാൻഡർമാരെയും ആക്രമണത്തിൽ വധിച്ചു. അടുത്ത ഘട്ടത്തിൽ ഇറാനിലെ മിസൈൽ നഗരങ്ങളിലേക്കാണ് അമേരിക്കൻ ബോംബറുകൾ പൊങ്ങിയത്. അണ്ടർഗ്രൗണ്ട് ടണലുകളിൽ സ്റ്റോർ ചെയ്തിരുന്ന ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ആകാശത്തിലേക്ക് പൊങ്ങും മുമ്പ് തകർക്കാൻ 190-ലധികം ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ ഇറാന് നഷ്ടമായി. ഇറാന്റെ സെൻട്രൽ കമാൻഡ് തങ്ങളുടെ റീജിയണൽ യൂണിറ്റുകൾക്ക് നിർദ്ദേശം കൊടുത്തു. ഞങ്ങൾക്ക് നിങ്ങളുമായി കമ്മ്യൂണിക്കേഷൻ അസാധ്യമായിരിക്കുന്നു. എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് ചെയ്യുക, ഷൂട്ട് അറ്റ് വിൽ. പിന്നെ അമേരിക്കയും ഇറാനും കടലിലാണ് ഏറ്റുമുട്ടിയത്. പേർഷ്യൻ ഗൾഫിന്റെയും ഒമാൻ ഉൾക്കടലിന്റെയും തീരം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ നാവികസേന കപ്പലുകളുടെ ശവപ്പറമ്പായി. ആഗോള കപ്പൽപാതകളെ ഇറാൻ ശ്വാസം മുട്ടിക്കാതിരിക്കാൻ കാരിയർ ബേസ്ഡ് സ്ട്രൈക്ക് എയർക്രാഫ്റ്റുകളുടെയും സെൽഫ് നാവിഗേറ്റഡ് സീ ഡ്രോണുകളുടെയും പിന്തുണയോടെ US 5th ഫ്ലീറ്റ് ക്ലിയറിംഗ് തുടങ്ങി. 155-ലധികം ഇറാനിയൻ നാവിക കപ്പലുകളാണ് പൂർണ്ണമായും നശിപ്പിക്കപ്പെടുകയോ ഉപയോഗശൂന്യമാക്കപ്പെടുകയോ ചെയ്തത്. ഇറാന്റെ ശേഷിക്കുന്ന ഫ്രിഗേറ്റുകളും കോർവെറ്റുകളും അടക്കം AGM-158C LRASM ലോങ് റേഞ്ച് ആന്റിഷിപ്പ് മിസൈലുകളാണ് അമേരിക്ക ഉപയോഗിച്ചത്. ഇറാന്റെ മണ്ണിൽ കാലുകുത്താനായില്ലെങ്കിലും അവർ ഇനിയും തങ്ങളെ വളഞ്ഞാൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്ന് ഇറാന് ബോധ്യപ്പെട്ടു. അവരും സാധിക്കുന്നത് പോലെയെല്ലാം തിരിച്ചടിക്കുന്നതിനിടെയാണ് നെഗോഷിയേഷൻ ടേബിളിലെത്തിയത്. ഇനി ആ ടേബിളിൽ അമേരിക്ക വിജയിച്ചോ? ശരിയാണ്, ഇറാന് കനത്ത നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമാബാദ് മധ്യസ്ഥത വഹിച്ച മെമ്മോറാണ്ടത്തിന്റെ കർശനമായ നിബന്ധനകൾ പ്രകാരം ഇറാൻ എല്ലാ അഡ്വാൻസ്ഡ് സൈനിക നീക്കങ്ങളും നിർത്താൻ നിർബന്ധിതരായി. മാത്രമല്ല, സമ്പുഷ്ട യുറേനിയം ശേഖരം പകുതിയായെങ്കിലും കുറയ്ക്കാനുള്ള കർക്കശമായ ചട്ടക്കൂടും അംഗീകരിക്കാൻ നിർബന്ധിതരായി. കരാറിൽ ഇറാന്റെ 60% സമ്പുഷ്ടമായ യുറേനിയം കരുതൽ ശേഖരം വീര്യം കുറഞ്ഞ എൻറിച്ച്ഡ് സ്റ്റേറ്റിലേക്ക്, അതായത് 5% താഴെയുള്ളതിലേക്ക് മാറ്റാൻ നിർബന്ധിതമാക്കി. ഇറാന്റെ ആണവ ബ്രേക്ക് ഔട്ട് ക്ലോക്ക് അമേരിക്ക റീസെറ്റ് ചെയ്തു. അമേരിക്കയുടെ ആദ്യത്തെ ഫൈറ്റർ വിമാനം പൊങ്ങുന്നതിന് മുൻപ് ഇറാൻ അവരുടെ ആണവ റിയാക്ടറുകളിലെ ക്യാമറകളെല്ലാം ഓഫാക്കിയിരുന്നു. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നിരീക്ഷണത്തിന് വേണ്ടി വെച്ചതാണ് ഈ ക്യാമറകളെല്ലാം. അത് ഓഫാക്കാൻ പാടില്ല എന്നാണ് അന്താരാഷ്ട്ര ചട്ടം. യുദ്ധത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എന്ത് വില? അമേരിക്ക ബോംബിട്ടതോടെ ഈ ക്യാമറകളെല്ലാം നശിച്ചു. പക്ഷേ അതുവരെയുള്ള ഫുട്ടേജുകൾ സ്വിറ്റ്സർലാൻഡിലെ സെർവറിൽ ഭദ്രമാണ്. ഇസ്ലാമാബാദ് മെമ്മോറാണ്ടത്തിൽ ഇറാൻ ഒപ്പുവെച്ചതോടെ ഇതിന്റെ 4 ഇരട്ടി ക്യാമറകൾ അവർക്ക് ആണവ പ്ലാന്റുകളിൽ സ്ഥാപിക്കേണ്ടി വന്നു. അമേരിക്കൻ ബങ്കർ ബസ്റ്ററുകൾ ഇറാന്റെ അണ്ടർഗ്രൗണ്ട് സെൻട്രിഫ്യൂജുകൾ മുച്ചൂട് നശിപ്പിച്ചത് പുതിയ ക്യാമറ ഫുട്ടേജുകളിലൂടെ ലോകം കണ്ടു. അത് ഇറാന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമായിരുന്നു. പുതിയ ക്യാമറകൾ വന്നതോടെ ടെഹ്റാൻ ഒരു ദശാബ്ദക്കാലം അന്താരാഷ്ട്ര വേദികളിൽ യുദ്ധം ചെയ്ത് നേടിയെടുത്ത രഹസ്യാത്മകതയാണ് ഇല്ലാതായത്. അമേരിക്കയുടെ മറ്റൊരു നേട്ടം അതിൻ്റെ അറേബ്യൻ സഖ്യകക്ഷികൾക്കിടയിലുണ്ടായ മതിപ്പാണ്. ഇനിയും ഒരു 20 കൊല്ലം കൂടിയെങ്കിലും അമേരിക്ക തന്നെയായിരിക്കും അവരുടെ 1-ാം നമ്പർ സുഹൃത്ത്. ഒരു കേന്ദ്രീകൃത അമേരിക്കൻ കമാൻഡ് തന്നെ ഈ അറബ് രാജ്യങ്ങളെ സംരക്ഷിക്കാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും 1500 കോടി രൂപയാണ് ഇതിനുവേണ്ടി അമേരിക്ക കത്തിച്ചു കളഞ്ഞത്. ഇറാൻ ഷാഹിദ് 136 ലൂട്ടറിങ്ങിൻ്റെയും ഹ്രസ്വദൂര ക്രൂയിസ് മിസൈലുകളുടെയും മഴ പെയ്യിച്ചപ്പോൾ ദുബായും അബുദാബിയും ഖത്തറുമെല്ലാം പിടിച്ചു നിന്നത് അമേരിക്ക ഉള്ളതുകൊണ്ടായിരുന്നു. ഈ കൂട്ടായ പ്രതിരോധ കവചം $1 ട്രില്യൺ കണക്കിന് എണ്ണ ഇൻഫ്രാസ്ട്രക്ചറിനെ സംരക്ഷിക്കുക മാത്രമല്ല,
അറേബ്യൻ പെനിൻസുലയിലുടനീളം സ്ഥിരമായ ഇറാൻ വിരുദ്ധ സുരക്ഷാ സഖ്യം ഉറപ്പിക്കുകയും ചെയ്തു. അമേരിക്കയുടെ ദീർഘകാല നിക്ഷേപം. ഇറാന്റെ കടൽ വഴിയുള്ള വ്യാപാരം ഏതാണ്ട് മുഴുവനായി തന്നെ സ്തംഭിപ്പിക്കാൻ ഇക്കാലത്തിനിടയ്ക്ക് അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇറാന്റെ പ്രൈമറി ഷിപ്പിംഗ് ടെർമിനലുകളിലേക്കുള്ള എല്ലാ കപ്പലുകളും തടഞ്ഞ് അമേരിക്ക തിരിച്ചയച്ചു, പ്രത്യേകിച്ച് അവരുടെ എക്കണോമിക് പവർ ഹൗസായ ഗാർഗ് ഐലൻഡിലേക്കുള്ള കപ്പലുകളെ. ഇറാന്റെ കടൽ മാർഗമുള്ള എണ്ണ കയറ്റുമതി 2 ആഴ്ചയ്ക്കുള്ളിൽ 95% കുറഞ്ഞു. പ്രധാന വരുമാനമാർഗം അടഞ്ഞപ്പോൾ ഇറാനിയൻ ഗവൺമെന്റിന് യുദ്ധത്തിന് ഫണ്ട് ചെയ്യാനും കറൻസി കരുതൽ ശേഖരം സൂക്ഷിക്കാനുമുള്ള ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെട്ടു. അത്തരമൊരു കാര്യം അമേരിക്കയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇനിയും ചെയ്യാൻ കഴിയുമെന്നത് ഒരു പ്രധാന ഭീഷണിയായി അവശേഷിക്കുകയും ചെയ്യുന്നു. അമേരിക്കയ്ക്ക് ആൾനാശവും കുറവായിരുന്നു. പെന്റഗൺ പറഞ്ഞത് 5 മാസത്തെ യുദ്ധത്തിൽ 16 സഖ്യസൈനികർ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്നാണ്. 543 പേർക്ക് പരിക്കേറ്റു. 8.5 കോടി മനുഷ്യരെയും അതിന് തക്കവണ്ണമുള്ള സൈന്യത്തെയും നേർക്ക് നേർ നിന്ന് ആക്രമിച്ചിട്ട് ആൾനാശമില്ല എന്നത് ട്രംപ് ഇപ്പോഴും ക്രെഡിറ്റായി പറഞ്ഞു നടക്കുന്നുണ്ട്. ആൾനാശം മാത്രമല്ല, അമേരിക്കയ്ക്ക് വലിയ ആസ്തിനാശവും ഇല്ല. അവരുടെ കപ്പലുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. 12 ഡ്രോണുകളും ഒരു ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്ററും മാത്രമാണ് പോയത്. ഇനി നഷ്ടങ്ങളോ? അമേരിക്കയ്ക്ക് ആളും ആസ്തിയും പോയില്ലെങ്കിലും നഷ്ടങ്ങളുടെ ഒരു മലയാണ് 5 മാസത്തെ യുദ്ധം നൽകിയത്. ഇറാനിയൻ സുപ്രീം ലീഡർ അലി ഖമേനിയെ രക്തസാക്ഷിയാക്കിയപ്പോൾ ആ രാജ്യത്തെ ഒന്നിപ്പിക്കാൻ മാത്രമേ അത് ഉപകരിച്ചുള്ളൂ. ആഭ്യന്തര പ്രതിസന്ധികളുടെ മഞ്ഞുരുകി ഇറാനിയൻ ജനം ഒറ്റക്കെട്ടായി. ഇറാനിയൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മണിക്കൂറുകൾക്കകം പുതിയ ഡയറക്ടറേറ്റ് ഉണ്ടാക്കി. പ്രസിഡന്റ് മദൂർ പെസഷ്കിയാൻ ഭരണം ഏകീകരിച്ച് യുദ്ധത്തിന് തയ്യാറെടുത്തു. മിനാബിലെ ഷാജറെ തയ്യിബ എലിമെന്ററി സ്കൂളിലെ ബോംബിംഗ് അന്താരാഷ്ട്ര മനസാക്ഷി ഇറാൻ അനുകൂലമാക്കി. യുദ്ധകാലത്ത് ജനങ്ങൾ പട്ടിണി കിടക്കുന്നില്ല എന്നുറപ്പാക്കാൻ ഇറാൻ ദേശീയ സ്മാർട്ട് കാർഡ് നെറ്റ്വർക്കായ കരാട്ടി മെല്ലി വഴി അവശ്യവസ്തുക്കളും ഇന്ധനവും മരുന്നും കൊടുത്തു. ഡിജിറ്റൈസ് ചെയ്ത റേഷൻ കൂപ്പണാണ് കരാട്ടി മെല്ലി. ജനങ്ങളെ കൂടെ നിർത്തുകയാണ് ഇറാൻ ആദ്യം ചെയ്തത്. അമേരിക്കയെ നേരിടാൻ അവർക്കത് അനിവാര്യമായിരുന്നു. വാഷിംഗ്ടൺ പ്രതീക്ഷിച്ചതുപോലെ റിപ്പബ്ലിക് തകർന്നില്ല, റെജിം മാറിയില്ല. ഇറാനിലെ മതേതരവാദികളും പരിഷ്കരണവാദികളും പോലും ഭരണകൂടത്തിനൊപ്പം നിന്നു. അതായിരുന്നു അമേരിക്കയുടെ ആദ്യ തോൽവി. ഒരു സെൻട്രൽ കമാൻഡ് ഇല്ലെങ്കിലും റീജിയണൽ കമാൻഡുകൾക്ക് കടന്നിലുകളെ പോലെ ആക്രമിക്കാൻ കഴിയുമെന്ന് ഇറാൻ ഈ 5 മാസം കൊണ്ട് കാണിച്ചു തന്നു. ടെഹ്റാനിലും ഷിറാസിലും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് സെൻട്രൽ കമാൻഡ് നോഡുകൾ ഡിസ്കണക്ട് ചെയ്തപ്പോഴും പ്രാദേശിക IRGC കമാൻഡുകൾ തടസ്സമില്ലാതെ ഷൂട്ട് അറ്റ് വിൽ നടത്തി. അമേരിക്കൻ ബോംബറുകളെ ഡിസ്റപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. സമയം കിട്ടുമ്പോഴൊക്കെ UAEയിലേക്കും സൗദിയിലേക്കും മിസൈലുകളും ഡ്രോണുകൾ അയച്ചു. ഇത് തടയാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല. ഒരു രാജ്യത്തിൻ്റെ ആത്മാവ് എവിടെയൊക്കെ വേരിറങ്ങിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായില്ല. ഇതായിരുന്നു അമേരിക്കയുടെ 2ാം തോൽവി. അമേരിക്കൻ ഇന്റലിജൻസിന്റെ പരാജയം കൂടി പറയണം. ഏറ്റവും വലിയ ഉദാഹരണം ഷാജറെ തയ്യബ സ്കൂളിലെ ബോംബിംഗ് ആണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവിയുടെ ആസിഫ് ബ്രിഗേഡിന്റെ ആസ്ഥാനമുള്ള സയ്യിദ് അൽ ഷുഹാദ സൈനിക സമുച്ചയത്തിന് സമീപമായിരുന്നു ഈ സ്കൂൾ. ഇവിടെ ബോംബിടാൻ US സെൻട്രൽ കമാൻഡിലെ ടാർഗറ്റ് ഹണ്ടർമാർ മിലിറ്ററി ഇന്റലിജൻസ് ഏജൻസി നൽകിയ കാലഹരണപ്പെട്ട ഡിജിറ്റൽ ടാർഗറ്റ് ഫോൾഡറാണ് ഉപയോഗിച്ചത്. 10 കൊല്ലം മുമ്പെയുള്ളത്. ഈ സ്ഥലം ആദ്യം റവല്യൂഷണറി ഗാർഡ്സ് നാവിക ഇൻസ്റ്റലേഷന്റെ ഭാഗമായിരുന്നെങ്കിലും 10 കൊല്ലം മുമ്പ് 2016 വേർപെടുത്തി മതിൽ കെട്ടി സ്കൂളാക്കി മാറ്റിയിരുന്നു. ഫെബ്രുവരി 28 രാവിലെ 10:23 10:45 ഇടയിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്ക നടത്തിയ ട്രിപ്പിൾ ടാപ്പ് ക്രൂയിസ് മിസൈൽ ആക്രമണത്തിൽ 156 പേരാണ് കൊല്ലപ്പെട്ടത്. 7നും 12നും ഇടയിൽ പ്രായമുള്ള 120 കൊച്ചു കുട്ടികളും 26 വനിതാ അധ്യാപകരും രക്ഷിതാക്കളും പ്രാദേശിക മെഡിക്കൽ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടവരിലുണ്ട്. യുനെസ്കോയ്ക്കും നിരവധി അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾക്കുമൊപ്പം ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ഈ ആക്രമണത്തെ അപലപിച്ചു. ഇത് മനുഷ്യാവകാശ നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണെന്ന് ആരോപിച്ചു. ലണ്ടനിലും പാരീസിലും വാഷിംഗ്ടൺ DC-യിലും യുദ്ധവിരുദ്ധ പ്രകടനങ്ങൾ ആയിരക്കണക്കിന് മനുഷ്യസ്നേഹികളെ കൊണ്ട് നിറഞ്ഞു. ഇതൊരു യുദ്ധക്കുറ്റമാണെന്നും അമേരിക്കയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നുമായിരുന്നു ആവശ്യം. അമേരിക്ക മനസ്സുകൊണ്ട് തോറ്റ ദിവസവും അതായിരുന്നു. ഇനി യുദ്ധത്തിന് വേണ്ടി വന്ന പണമോ? അമേരിക്ക അതിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇത്രയും ചെലവേറിയ യുദ്ധം നടത്തിയിട്ടില്ല. പ്രിസിഷൻ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾക്ക് $14.5 ബില്യൺ, നേവിയുടെ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന് $22 ബില്യൺ, സ്ട്രാറ്റജിക് എയർലിഫ്റ്റിന് $18.5 ബില്യൺ, ലോജിസ്റ്റിക്കൽ പൈപ്പ് ലൈനുകൾക്കും ഇന്ധനത്തിനും $8.8 ബില്യൺ, കോമ്പാക്ട് ഫോഴ്സ് സസ്റ്റൈൻമെൻറ്റ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് പേ $5.5 ബില്യൺ, ഇലക്ട്രോണിക് വാർഫെയർ ആൻഡ് സൈബർ ഡിഫൻസിന് $2.3 ബില്യൺ. എല്ലാം കൂട്ടുമ്പോൾ 5 മാസത്തെ യുദ്ധത്തിന് ആകെ ചെലവ് $113 ബില്യൺ. ഒരു ദിവസത്തേക്ക് വേണ്ടി വന്നത് 7200 കോടി രൂപയോളം. ഈ യുദ്ധത്തിൽ നിന്ന് ആരോ കാര്യമായി പണം ഉണ്ടാക്കിയിട്ടുണ്ട്. അമേരിക്ക തിളച്ചുമറിയുകയാണ്. തങ്ങൾ അനുഭവിക്കേണ്ട പണം മിഡിൽ ഈസ്റ്റിൽ കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞ അമേരിക്കൻ ഗവൺമെൻറ്റിനെ ജനങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് ഓരോ ദിവസവും ഒന്നെന്ന കണക്കിൽ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കേണ്ടി വരുന്നു. അതുമാത്രമല്ല, കത്തിപ്പോയതൊക്കെ പോയി, ഇതെല്ലാം വീണ്ടും ഉണ്ടാക്കണ്ടേ? ആയിരക്കണക്കിന് ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ,
AGM-158 JASSM ജോയിന്റ് എയർ ടു സർഫസ് സ്റ്റാൻഡ് ഓഫ് മിസൈലുകൾ, GBU-57 മാസീവ് ഓർഡിനൻസ് പെനട്രേറ്ററുകൾ, ഇതെല്ലാം ഇനി റീസ്റ്റോക്ക് ചെയ്യാൻ ലക്ഷക്കണക്കിന് കോടി രൂപ വേണം. ഇൻവെന്ററികൾ നിറയ്ക്കുന്നതിന് പ്രധാന പ്രതിരോധ സ്ഥാപനങ്ങൾക്ക് അടിയന്തരമായി മത്സരാധിഷ്ഠിതമല്ലാത്ത ഉൽപ്പാദന കരാറുകൾ നൽകാനാണ് പെന്റഗണിന്റെ തീരുമാനം. അതാണ് അവർക്കൊക്കെ വേണ്ടിയായിരുന്നു ഈ യുദ്ധം. അവർക്ക് പണമുണ്ടാക്കാനാണ് ഒരു രാജ്യം ഛിന്ന ഭിന്നമായി പോയത്. കുട്ടികളടക്കം ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടത്. ഖത്തർ, ഡിഗോ ഗാർസിയ, UAE എന്നിവിടങ്ങളിലെ അമേരിക്കൻ താവളങ്ങളിലുടനീളം 2 സമ്പൂർണ്ണ നാവിക കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പുകൾ, ഒരു ആംഫിബിയസ് റെഡി ഗ്രൂപ്പ്, ഒന്നിലധികം എയർ വിങ്ങുകൾ എന്നിവ നിലനിർത്തുന്നതിന് വലിയ ലോജിസ്റ്റിക്സ് വേണ്ടി വന്നു. 2026 ജൂൺ മാസത്തിന്റെ തുടക്കത്തോടെ യുദ്ധത്തിനുള്ള പ്രാരംഭ പ്രതിരോധ വിഹിതം പൂർണ്ണമായും തീർന്നിരുന്നു. വൈറ്റ് ഹൗസ് കോൺഗ്രസിൽ നിന്ന് $87 ബില്യൺ അടിയന്തര സപ്ലിമെന്ററി പ്രതിരോധ വിഹിതം അഭ്യർത്ഥിച്ചു. യുദ്ധത്തിന്റെ ചെലവ് ഇതിനകം തന്നെ പരിതാപകരമായ ആഭ്യന്തര ബജറ്റ് ഡെഫിസിറ്റ് വർദ്ധിപ്പിച്ച് ദീർഘകാലത്തേക്ക് പണപ്പെരുപ്പം ഉണ്ടാക്കുന്നു. നഷ്ടം ഇറാൻകാരനൊപ്പം അമേരിക്കക്കാരനും പങ്കിടുകയാണ്. വ്യക്തമായ യുദ്ധപ്രഖ്യാപനമോ കോൺഗ്രസിൽ നിന്നും സൈനിക നീക്കത്തിനുള്ള പ്രത്യേക അംഗീകാരമോ ഇല്ലാതെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആരംഭിച്ചതും അവിടെ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കി. അമേരിക്കൻ ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടി ഭീഷണി നേരിടുന്ന ഒരു സഖ്യകക്ഷിയെ പ്രതിരോധിക്കുന്നതിനുള്ള പ്രസിഡന്റിന്റെ ആർട്ടിക്കിൾ 2 അധികാരങ്ങളുടെ കീഴിലാണ് ആക്രമണങ്ങൾ നടത്തിയത് എന്നാണ് ട്രംപ് വാദിച്ചത്. ഈ ന്യായീകരണം ഡെമോക്രാറ്റുകൾ നിഷേധിച്ചു. അവർ ഡിഫൻസ് അലോക്കേഷൻ ബിൽ മരവിപ്പിച്ചു. ട്രംപിനൊപ്പം നിൽക്കുന്ന യാഥാസ്ഥിതികർ ആദ്യമൊക്കെ അമേരിക്ക ഫസ്റ്റ് എന്ന് കേട്ട് ആവേശം കൊണ്ടെങ്കിലും മനാബ് സ്കൂളിലെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ കാര്യങ്ങൾ മാറി. പ്രതിഷേധക്കാർ ഫെഡറൽ കെട്ടിടങ്ങൾ ബ്ലോക്ക് ചെയ്തു, ലോജിസ്റ്റിക് ഹബ്ബുകൾ തടസ്സപ്പെടുത്തി, അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ടു. ഇതേസമയം സെനറ്റ് സെലക്ട് കമ്മിറ്റി ഓൺ ഇന്റലിജൻസും ഹൗസ് ആംഡ് സർവീസസ് കമ്മിറ്റിയും ചേർന്ന് എന്തിന്, ആർക്കു വേണ്ടി ഈ യുദ്ധം നടത്തിയെന്ന ചോദ്യവുമായി ഹിയറിംഗ് ആരംഭിച്ചു. ഹിയറിംഗ് TV-യിൽ ലൈവായി കാണിച്ചു. യുദ്ധവകുപ്പിലെ രാഷ്ട്രീയക്കാരും ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫും തമ്മിൽ ഈ യുദ്ധത്തിന്റെ പേരിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അപ്പോഴാണ് അമേരിക്കക്കാർ ശരിക്കും കണ്ടത്. അമേരിക്കൻ പട്ടാളത്തിന് ഈ യുദ്ധം ഇഷ്ടായിരുന്നില്ല. അവർ നിർബന്ധിച്ച് ആട്ടിത്തെളിക്കപ്പെടുകയായിരുന്നു. ഒമാൻ ഉൾക്കടൽ ഇനി അമേരിക്ക ഭരിക്കുമെന്നായിരുന്നു യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ട്രംപിന്റെ വാഗ്ദാനം. എത്ര ശ്രമിച്ചിട്ടും ഇറാന്റെ ആധിപത്യം അവിടെ ഇല്ലാതായില്ല. ഒമാൻ ഉൾക്കടലിലെ ഷിപ്പിംഗ് പാതകളിലുടനീളം ഇറാനിയൻ ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകൾ ലക്ഷക്കണക്കിന് കടൽ മൈനുകളാണ് വിതറിയത്. ഇറാൻ അവരുടെ നാട്ടിൽ തന്നെ വികസിപ്പിച്ച ഗാദിർ ക്ലാസ് സബ്മേഴ്സിബിളുകളും അണ്ടർ വാട്ടർ ഡ്രോണുകളും മേഞ്ഞു നടന്ന ഒമാൻ കടലിടുക്കിലേക്ക് ഒന്ന് എത്തി നോക്കാൻ അമേരിക്കൻ സെൻട്രൽ കമാൻഡിന് കഴിഞ്ഞില്ലെന്നതാണ് സത്യം. നിന്നിടത്തു നിന്ന് അനങ്ങാൻ ശ്രമിച്ചപ്പോഴൊക്കെ അബു മഹ്ദി ക്രൂയിസ് മിസൈലുകൾ മൂളിപ്പറന്നു വന്നു. അമേരിക്കൻ കോൺവോയിൽ വന്ന 43 ചരക്ക് കപ്പലുകളാണ് 2026 മാർച്ച് മുതൽ മെയ് വരെ ഒമാൻ ഉൾക്കടലിൻ്റെ ആഴങ്ങളിൽ ഇറാൻ മുക്കിയത്. അമേരിക്കയെ ഇക്കാര്യത്തിൽ വിശ്വസിക്കാനാവില്ലെന്ന് അന്താരാഷ്ട്ര കപ്പൽ കമ്പനികൾ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ക്ലിയറൻസ് കൊടുത്ത പ്രദേശങ്ങളിൽ പോലും എണ്ണ ടാങ്കറുകൾക്ക് മിസൈൽ മഴ ഏറ്റുവാങ്ങേണ്ടി വന്നു. കപ്പലിൻ്റെ കാവൽക്കാരെന്ന അമേരിക്കൻ വാഗ്ദാനം ഒമാൻ കടലിടുക്കിലും ഹോർമൂസിലുമെല്ലാം പാഴുവാക്കായി. ലണ്ടനിലെ ലോയിഡ്സ് ഉൾപ്പെടെയുള്ള മറൈൻ ഇൻഷുറൻസ് സിൻഡിക്കേറ്റുകൾ മിഡിൽ ഈസ്റ്റ് തിയേറ്ററുകളിലേക്കുള്ള കപ്പലുകളുടെ അപകട ഇൻഷുറൻസ് പ്രീമിയം 8 ഇരട്ടി വരെയാണ് കൂട്ടിയത്. പ്രധാന ആഗോള ഷിപ്പിംഗ് കമ്പനികൾ ഗുഡ് ഹോപ്പ് മുനമ്പിന് ചുറ്റുമുള്ള അവരുടെ കപ്പലുകൾ വഴിതിരിച്ചുവിട്ടു. അതിൻ്റെ ഭാരവും ഇതിലൊന്നും പങ്കെടുക്കാത്ത പാവം മനുഷ്യർ അനുഭവിച്ചു. 2026 മെയ് മാസം ബ്രന്റ് ക്രൂഡ് ബാരലിന് $135 2026 ജൂൺ 17 ഇസ്ലാമാബാദിലെ മെമ്മോറാണ്ടത്തിൽ കടൽ വീണ്ടും തുറന്നെങ്കിലും നഷ്ടം അമേരിക്കയ്ക്ക് മാത്രമായിരുന്നു. നാവിക ഉപരോധം മാറിയപ്പോൾ ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള വ്യാപാര കപ്പലുകൾക്ക് പിന്നെയും പ്രവേശനം കിട്ടി. ടെഹ്റാനിലെ പുതിയ സർക്കാരിന് അത് വലിയ സാമ്പത്തിക ആശ്വാസവും നൽകി. ഇറാന്റെ ട്രഷറിയിലേക്ക് അവരുടെ പ്രധാന വരുമാനം തിരികെ വന്നു. അമേരിക്കയ്ക്കുണ്ടായ മറ്റൊരു പ്രധാന നഷ്ടം യൂറോപ്പിലെ സ്ഥിരം കൂട്ടുകാരുമായുണ്ടായ വഴക്കും കയ്യാങ്കളിയുമാണ്. അമേരിക്ക നാറ്റോയിൽ നിന്ന് കാര്യമായ സഹായം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും ഉൾപ്പെടെയുള്ള പ്രധാന യൂറോപ്യൻ ശക്തികൾ പരസ്യമായിട്ട് അകന്നു നിന്നു. ആകാശത്ത് നിന്ന് ബോംബ് വിതറിയാൽ ഇറാന്റെ ഭരണം മാറും എന്ന ട്രംപിന്റെ സിദ്ധാന്തം ലണ്ടൻ ഔദ്യോഗികമായി തന്നെ അപലപിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന് കീഴിൽ ഈ ട്രംപിയൻ സിദ്ധാന്തത്തിന് മാൻഡേറ്റ് ഇല്ലെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ ഓഫീസ് വാദിച്ചു. ഇറാനെ അസ്ഥിരപ്പെടുത്തിയാൽ യൂറോപ്പിലേക്ക് നിയന്ത്രിക്കാനാവാത്ത കുടിയേറ്റം ഉണ്ടാകുമെന്നും UK മുന്നറിയിപ്പ് കൊടുത്തു. അത് അമേരിക്ക പ്രതീക്ഷിച്ചതായിരുന്നില്ല. മാത്രമല്ല, പാകിസ്ഥാൻ മുൻകൈയെടുത്ത ജൂൺ 17 കരാറിൽ ഇറാന് ചില പ്രത്യേക ഇളവുകൾ നൽകാൻ US ട്രഷറി നിർബന്ധിതമായി. ദക്ഷിണ കൊറിയ, ജപ്പാൻ, സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിൽ ഇറാൻ സൂക്ഷിച്ചിരുന്ന ഏകദേശം $18.5 ബില്യൺ വരുന്ന എണ്ണ വരുമാനവും സോവറിൻ ഫണ്ടുകളും അതുവരെ മരവിപ്പിച്ചിരിക്കുകയായിരുന്നു. ഇത് ഇറാന് കൈമാറാൻ അമേരിക്കൻ ട്രഷറി അനുവദിച്ചു. ഈ ഫണ്ടുകൾ സ്വിറ്റ്സർലൻഡിലെയും ഖത്തറിലെയും ഇറാന്റെ അക്കൗണ്ട് പോർട്ട്ഫോളിയോകളിലേക്ക് മാറ്റി. ഈ ലിക്വിഡിറ്റിയുടെ വരവ് ഇറാനിയൻ സ്റ്റേറ്റ് ട്രഷറിക്ക് അതിൻ്റെ കറൻസിയായ റിയാലിനെ സ്ഥിരപ്പെടുത്തുന്നതിനും അടിയന്തരമായുള്ള പണത്തിൻ്റെ ആവശ്യം നേരിടാൻ സഹായിച്ചു.
അതിൽ വിരോധാഭാസം ആലോചിച്ച് നോക്കൂ. ഇറാനെ ഞെരുക്കി ശ്വാസം മുട്ടിക്കാൻ $113 ബില്യൺ ചെലവഴിച്ച അമേരിക്ക അവസാനം ബ്ലോക്കിൽപ്പെട്ട് കിടന്നിരുന്ന $18.5 ബില്യൺ തിരിച്ചു കൊടുക്കാൻ നിർബന്ധിതരായി. ഇതാണ് ട്രംപ് പറഞ്ഞ വിജയം. ഇനി ഹോർമൂസിലോ? ഉപരോധം നീക്കുന്നതിന് പകരമായി ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറന്നു. യുദ്ധത്തിന് മുൻപ് എന്തായിരുന്നു അതേ വ്യവസ്ഥയിൽ. അപ്പോൾ ഈ യുദ്ധം എന്തിനായിരുന്നു? 1982 ഐക്യരാഷ്ട്രസഭ പാസാക്കിയ സമുദ്ര നിയമ കൺവെൻഷനിൽ ഇറാൻ ഒപ്പുവെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ വ്യവസ്ഥകൾ അവർ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. അതേ സെനാരിയോ ആണ് ഇപ്പോഴും ഹോർമസിലുള്ളത്. എല്ലാ യൂറോപ്യൻ അമേരിക്കൻ കപ്പലുകൾക്കും ഷെയർഡ് സർവീസ് ഫീസ്, നിർബന്ധിത രജിസ്ട്രേഷൻ പ്രോട്ടോകോൾ, അതൊക്കെ ഇപ്പോഴും ഇറാൻ പറഞ്ഞിരുന്നത് പോലെ തന്നെ അവിടെയുണ്ട്. അത് മാത്രമല്ല, സംഘർഷത്തിന്റെ മൂർധന്യത്തിൽ IRGC നാവികസേന വിന്യസിച്ച ആയിരക്കണക്കിന് മൈനുകൾ മാപ്പ് ചെയ്യാതെ പൊട്ടാതെ ഇപ്പോഴും ഹോർമൂസിലുണ്ട്. കപ്പലുകൾക്ക് ഇതെന്തെങ്കിലും അപകടം ഉണ്ടാക്കിയാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഇറാൻ ഏറ്റെടുക്കണമെന്ന് ഇസ്ലാമാബാദിൽ അമേരിക്ക വാദിച്ചെങ്കിലും ഇറാൻ അടുത്തില്ല. ഇറാന് അതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. അതുകൊണ്ട് എന്തായി? ആ വഴി കടന്നു പോകുന്ന കപ്പലുകളുടെ ഇൻഷുറൻസ് പ്രീമിയം ഇപ്പോഴും 8 ഇരട്ടി തന്നെ. അമേരിക്ക നിസ്സഹായരാണ്. ഇടക്കാല വെടിനിർത്തലിന്റെ അതിരുകൾ മാനിച്ച് തന്നെ IRGC യൂണിറ്റുകൾ അന്താരാഷ്ട്ര കപ്പലുകളുടെ ക്ലോസ് റേഞ്ച് ഇന്റർസെപ്റ്റുകൾ ഇപ്പോഴും നടത്തുന്നുണ്ട്. അമേരിക്ക ഹോർമൂസിലെ തങ്ങളുടെ അതിമോഹങ്ങളെല്ലാം ഏതാണ്ട് അവസാനിപ്പിച്ച മട്ടാണ്. ഇറാനെതിരെ അമേരിക്ക ആകാശം നിറഞ്ഞപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായിരുന്ന ഇസ്രായേൽ പലതും സ്വപ്നം കണ്ടു. ഇറാന്റെ ന്യൂക്ലിയർ ടണലുകളുടെ നാശം എന്ന പ്രാഥമിക ആവശ്യം ഏതാണ്ട് ഫലം കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ യുദ്ധം ഇറാന്റെ ആണവ പദ്ധതികളെ 5 വർഷത്തേക്കെങ്കിലും പിന്നോട്ടടുപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ രണ്ടാമത്തെ ലക്ഷ്യം അവരുടെ അതിർത്തിക്ക് ചുറ്റുമുള്ള റിംഗ് ഓഫ് ഫയറിന്റെ നാശമായിരുന്നു. ലെബനൻ, സിറിയ, ഇറാഖ്, യമൻ, ഗാസ ഇവിടെയെല്ലാം സായുധരായ നോൺ സ്റ്റേറ്റ് പ്രോക്സികൾ ഉപയോഗിച്ച് ഇറാൻ ഇസ്രായേലിന് ചുറ്റും ഒരു ജിയോ പൊളിറ്റിക്കൽ ബ്ലാങ്കറ്റ് ഉണ്ടാക്കിയിരുന്നു. അതാണ് റിംഗ് ഓഫ് ഫയർ. ഇറാനിയൻ ഗുഡ്സ് ഫോഴ്സിൽ നിന്ന് ഈ ഗ്രൂപ്പുകൾക്ക് പോകുന്ന ലോജിസ്റ്റിക്കൽ, സാമ്പത്തിക, കമാൻഡ് ആൻഡ് കൺട്രോൾ പൈപ്പ് ലൈനുകൾ എന്നേക്കുമായി നശിപ്പിക്കുന്നത് ഇസ്രായേൽ സ്വപ്നം കണ്ടതാണ്. അതിനുവേണ്ടി പടിഞ്ഞാറൻ ഇറാഖ്, സിറിയൻ മരുഭൂമി, ബെക്ക താഴ്വര എന്നിവയെ ബന്ധിപ്പിക്കുന്ന സ്ലിംഗ് വഴി ഇസ്രായേലി ഇന്റലിജൻസും വ്യോമസേനയും ഇന്റർഡിക്ഷൻ ആക്രമണങ്ങൾ നടത്തി. ആദ്യഘട്ടത്തിൽ അത് ഫലം കണ്ടു. സുപ്രീം നേതാവ് അലി ഖമേനിയുടെയും ഉന്നത IRGC കമാൻഡർമാരുടെയും വധം കേന്ദ്രീകൃത കമാൻഡ് ചെയിൻ തകർത്തു. സപ്ലൈ ചെയിനുകൾ തടസ്സപ്പെട്ടു. ഇസ്രായേൽ റദ്വാൻ സേനയെ നശിപ്പിക്കുകയും സൗത്ത് ലെബനനെ ശുദ്ധീകരിക്കുകയും ചെയ്തു. ഇതിന് തിരിച്ചടിയായാണ് 2026 ലെബനൻ യുദ്ധത്തിന് തുടക്കമായത്. ഹിസ്ബുള്ളയുടെ എലൈറ്റ് വിഭാഗമായ റദ്വാൻ സേന ഉയർത്തുന്ന അടിയന്തര ഭീഷണി ഇല്ലാതാക്കാൻ ഇസ്രായേൽ കണ്ടെത്തിയ ആശയമായിരുന്നു അത്. ഹിസ്ബുള്ളയെ ലിറ്റാനി നദിയുടെ വടക്കോട്ട് പൂർണ്ണമായും തള്ളുക. അതിലവർ ഏതാണ്ട് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് IDF ബ്ലൂ ലൈനിലുടനീളം കര വ്യോമ ആക്രമണം നടത്തി. ബിൻ ജബയിലെ കടുത്ത പോരാട്ടത്തിൽ സംഘടനാ സെക്രട്ടറി അലി യൂസഫ് ഹെർഷി ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടു. 2500 ഫ്രണ്ട് ലൈൻ ഹിസ്ബുള്ള പോരാളികളെയും വധിച്ചു. അതിർത്തിയെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന തുരങ്കങ്ങൾ, നിരീക്ഷണ പോസ്റ്റുകൾ, ലോഞ്ച് പാഡുകൾ എന്നിവയെല്ലാം തകർക്കപ്പെട്ടു. ടെഹ്റാൻ, ബെയ്റൂട്ട്, ഡമാസ്കസ് എന്നിവിടങ്ങളിലെ ലക്ഷ്യങ്ങൾക്കെതിരെ ഒരേ സമയം ഇലക്ട്രോണിക് യുദ്ധവും കൈനറ്റിക് സ്ട്രൈക്കുകളും വിന്യസിച്ചു. US ഇസ്രായേൽ ഓപ്പണിംഗ് സാൽവോകളുടെ ഷിയർ വേഗതയും നുഴഞ്ഞു കയറ്റവും ഇറാനെയും ലെബനെയും സിറിയയും ഞെട്ടിച്ചു കളഞ്ഞു. ഇസ്രായേൽ തങ്ങളുടെ മിലിറ്ററി ഇന്റലിജൻസ് നേരിട്ട് US യൂറോപ്യൻ കമാൻഡുമായും, അതായത് യുകോമുമായും സെൻട്രൽ കമാൻഡുമായും സെൻകോമുമായും സംയോജിപ്പിച്ച യുദ്ധം കൂടിയാണ് കഴിഞ്ഞുപോയത്. അത് ഏറെക്കാലമായിട്ട് അവരുടെ ആഗ്രഹമായിരുന്നു. ഇറാൻ ഇനി ഇസ്രായേലിൽ നിന്നും സുരക്ഷിതമല്ല എന്ന പ്രതീതി അവർ വിജയകരമായി നടപ്പാക്കി. എന്നിട്ടും പോരാട്ടം മുറുകിയപ്പോൾ 28 ഇസ്രായേലി സിവിലിയന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. തെക്കൻ ലെബനനിൽ നടന്ന കരയുദ്ധത്തിൽ 39 സൈനികർ കൊല്ലപ്പെട്ടു. സംഘർഷത്തിൽ 9100-ലധികം പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിന് നല്ലപോലെ പണവും ചിലവായി. ലക്ഷക്കണക്കിന് വരുന്ന സൈനിക റിസർവുകൾക്ക് പ്രതിഫലം കൊടുക്കാൻ പറ്റിയില്ല. GDP താഴെപ്പോയി. വിമാന കമ്പനികൾ ബെൻഗൂറിയോൺ വിമാനത്താവളത്തിലേക്കുള്ള വിമാനങ്ങൾ മാസങ്ങളോളം റദ്ദാക്കി. ആഭ്യന്തര ടൂറിസവും വ്യോമയാന മേഖലയും പൂർണ്ണമായും തകർന്നു. യുദ്ധം കടുത്തപ്പോൾ വടക്കൻ അതിർത്തിയിലെ 60,000-ലധികം ഇസ്രായേലികളെ ഒഴിപ്പിക്കാൻ സർക്കാരിന് കോടിക്കണക്കിന് ഷെക്കൽ അനുവദിക്കേണ്ടി വന്നു. യുദ്ധത്തിന്റെ പല ഘട്ടത്തിലും അമേരിക്കയുമായി ഇസ്രായേലിന് വിയോജിക്കേണ്ടിയും വന്നിട്ടുണ്ട്. പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ടെഹ്റാനുമായി പ്രത്യേക ഉഭയകക്ഷി നയതന്ത്ര മാർഗങ്ങൾ അമേരിക്ക തേടിയപ്പോൾ ജെറുസലേമിന് അതൊരു ജിയോ പൊളിറ്റിക്കൽ തിരിച്ചടിയായിരുന്നു. അമേരിക്ക തങ്ങളെ പകുതി വഴിക്ക് ഉപേക്ഷിച്ച് പോവുകയാണോ എന്ന ആശങ്ക. ആഗോള എണ്ണ വിപണികളുടെ തകർച്ചയും നീണ്ടു നിന്നേക്കാവുന്ന കരയുദ്ധവും ഭയന്ന് ഇസ്രായേലിന്റെ സ്ട്രാറ്റജികൾക്ക് പൊരുത്തപ്പെടാത്ത എക്സിറ്റ് തന്ത്രമാണ് വാഷിംഗ്ടൺ അന്വേഷിച്ചത്. അതുകൊണ്ടാണ് ഇസ്ലാമാബാദ് മെമ്മോറാണ്ടം ഇസ്രായേലിനെ വലിയ മൈൻഡ് ചെയ്യായിരുന്നത്. US മുൻഗണനകളിൽ മാത്രം അത് ശ്രദ്ധിച്ചു. ഹോർമുസ് കടലിടുക്കിലെ സമുദ്ര ഗതാഗതം സ്ഥിരപ്പെടുത്തുക, യുറേനിയം സമ്പുഷ്ടീകരണത്തിന് പരിധി നിശ്ചയിക്കുക തുടങ്ങിയ. അതേസമയം ഹിസ്ബുള്ളയുടെ പൂർണ്ണമായ നിരായുധീകരണമോ സിറിയയിൽ നിന്ന് ഇറാനിയൻ ഉപദേഷ്ടാക്കളെ പിൻവലിക്കലോ ഒന്നും ചർച്ചയായില്ല. അതുകൊണ്ടാണ് ഇടക്കാല വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും ഇസ്രായേൽ യുദ്ധം നിർത്താതിരുന്നത്.
ലെവന്റിൽ ഇസ്രായേൽ തുടർച്ചയായ എയർ സ്ട്രൈക്ക് നടത്തി, ഇപ്പോഴും നടത്തുന്നു. അമേരിക്കയ്ക്ക് വരെ ഇക്കാര്യത്തിൽ ഇസ്രായേലിനെ ശാസിക്കേണ്ടി വരുന്നു. ആകെ കണക്ക് നോക്കിയാൽ യുദ്ധം ഇസ്രായേലിന് നേട്ടങ്ങളൊന്നും കൊണ്ടുവന്നില്ല. ലെബനൻ അതിർത്തി പതിവിലേറെ അശാന്തമാവുകയും ചെയ്തു. അതിൻ്റെ ഭീഷണി ഇസ്രായേൽ വരുന്ന ആളുകളിൽ നേരിടാനിരിക്കുന്നതേയുള്ളൂ. 1980-കളിലെ ഇറാൻ ഇറാഖ് യുദ്ധത്തിന് ശേഷം അവർ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെയും ഓപ്പറേഷൻ റോറിംഗ് ലയണിൻ്റെയും ഓപ്പണിംഗ് സാൽവോ ഇറാൻ്റെ ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് നെറ്റ്വർക്കുകളെ ബാക്കി ഒന്നും ശേഷിപ്പിക്കാതെ തകർത്തപ്പോൾ ഇനി എന്തെന്നറിയാതെ പകച്ചു നിന്ന രാജ്യം. ആദ്യ നാളുകളിൽ സുപ്രീം ലീഡറെ നഷ്ടപ്പെട്ട അനാഥമായ റിപ്പബ്ലിക്ക്. 2026 ജനുവരിയിൽ ഇറാൻ അശാന്തമാണ്. ജനങ്ങളൊന്നാകെ തെരുവിൽ പ്രതിഷേധിക്കുന്നു. ഇറാനി റിയാലിന് കടലാസിൻ്റെ വിലയില്ല. അമേരിക്ക ഈ അവസരം മുതലെടുക്കുമെന്ന് ഖമേനിക്കറിയാം. ഇൻസ്റ്റിറ്റ്യൂഷണൽ കണ്ടിന്യൂറ്റി, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണം ഏത് വിധേനയും തങ്ങളുടെ കയ്യിൽ ശക്തമായി നിലനിർത്താൻ മാത്രമാണ് ആ ഘട്ടത്തിൽ അവർ ശ്രമിച്ചത്. ആദ്യത്തെ ബോംബ് വീഴും വരെ മാത്രം. അമേരിക്കൻ ഇസ്രായേൽ ഫോഴ്സിൻ്റെ എയർ സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ നാവിക ടണ്ണേജ്, ഇതിനൊന്നും ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ഇറാൻ ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല. പകരം അവരുടെ പ്രൈമറി സ്ട്രാറ്റജി അമേരിക്കയ്ക്കും അതിൻ്റെ പങ്കാളികൾക്കും മേൽ സഹിക്കാനാകാത്ത ഇക്കണോമിക്, ലോജിസ്റ്റിക്കൽ, പൊളിറ്റിക്കൽ ടോൾ അടിച്ചേൽപ്പിക്കുക എന്നതായിരുന്നു. കുറഞ്ഞ ചെലവിൽ ഇറാൻ തന്നെ വൻതോതിൽ ഉൽപ്പാദിപ്പിച്ച സൂയിസൈഡ് ഡ്രോണുകൾ, ആൻറ്റി ഷിപ്പ് ക്രൂസ് മിസൈലുകൾ, ലോയിറ്ററിംഗ് മ്യൂണീഷൻസ് എന്നിവ വിന്യസിച്ച് അമേരിക്കൻ സേനയെ സാമ്പത്തികമായി ബ്ലീഡ് ചെയ്യുക എന്നതായിരുന്നു ടെഹ്റാൻ്റെ ലക്ഷ്യം. $20,000 മാത്രം വില വരുന്ന ഇറാനിയൻ ഡ്രോണുകളെ വെടിവെച്ചിടാൻ $12 മില്യൺ വിലയുള്ള ഇൻ്റർസെപ്റ്റർ സ്റ്റോക്ക് പൈലുകൾ അമേരിക്ക ഉപയോഗിക്കേണ്ടി വരും. ആദ്യത്തെ ബോംബ് വീണ് കഴിഞ്ഞപ്പോൾ ഹോർമൂസിലും കാര്യങ്ങൾ മാറി. കൊമേഴ്സ്യൽ ട്രാഫിക് പൂർണ്ണമായും തടയാനുള്ള ഇറാൻ്റെ കഴിവ് കാണിച്ച് ഈ വാട്ടർവേക്ക് മേലുള്ള തങ്ങളുടെ കാലങ്ങളായുള്ള ലീഗൽ ആൻഡ് മിലിറ്ററി ക്ലെയിം പറഞ്ഞുറപ്പിക്കാൻ ഈ യുദ്ധമാണ് ഇറാനെ സഹായിച്ചത്. അതുവരെ കയ്യാലപ്പുറത്തെ തേങ്ങയായിരുന്ന ഹോർമൂസ് ഇന്ന് ഇറാൻ്റേത് മാത്രമാണ്. അത് അങ്ങനെയല്ലെന്ന് ഇനി ലോകത്തിന് പറയാനാകില്ല. കാരണം ഇനി മുതൽ അതവർ യുദ്ധം ചെയ്ത് നേടിയതാണ് എന്നറിയപ്പെടും. $40 ബില്യൺ ആനുവൽ ഷെയർഡ് സർവീസ് ആൻഡ് മാരിടൈം സെക്യൂരിറ്റി ഫീയും ഇറാൻ്റെ പെട്ടി വീഴും. ഫോർഡോയിലും നെഡാൻസിലുമുള്ള അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റികളിലെ ഇറാൻ്റെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം അവരുടെ നാഷണൽ സോവറിനിറ്റിയുടെ അടയാളമായിരുന്നു. അത് സംരക്ഷിക്കാനാണ് ഈ യുദ്ധത്തിൽ അവർ ഏറ്റവും കൂടുതൽ ആളും അർത്ഥവും ചെലവഴിച്ചതും. ന്യൂക്ലിയർ ഫെസിലിറ്റികളിലെ സർഫസ് സ്ട്രക്ചറുകൾ നശിപ്പിക്കപ്പെട്ടാലും അണ്ടർഗ്രൗണ്ട് കാസ്കേഡുകളും അഡ്വാൻസ്ഡ് സെൻട്രിഫ്യൂജുകളും യുറേനിയം സ്റ്റോക്ക് പൈലുകളും സംരക്ഷിക്കണം എന്ന നിർദ്ദേശമാണ് സുപ്രീം ലീഡർ നൽകിയതും. അതിലവർ വിജയിച്ചില്ല എന്നത് സത്യമാണ്. പുറത്തു വന്ന ദൃശ്യങ്ങൾ ഇറാൻ നേരിട്ട നാശത്തിൻ്റെ നേർത്തെളിവാണ്. ഹോർമൂസിലെ ലാഭം ഇവിടെ ഇറാന് നഷ്ടമായി. യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ ഇറാൻ ശ്രദ്ധ കൊടുത്ത മൂന്നാമത്തെ കാര്യം തങ്ങൾ ചെലവും കൊടുത്ത് വളർത്തുന്ന പ്രോക്സികൾക്ക് പരിക്ക് പറ്റാതെ നോക്കുന്നതായിരുന്നു. പതിറ്റാണ്ടുകളായി ഇറാൻ അവരുടെ ഫോർവേഡ് ഡിഫൻസ് തന്ത്രങ്ങളുടെ ഭാഗമായി ബില്യൺ കണക്കിന് ഡോളർ ഇൻവെസ്റ്റ് ചെയ്താണ് ലെബനീസ് ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ, ഇറാഖിലെ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സുകൾ എന്നിവയടങ്ങുന്ന സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിൻ്റെ നെറ്റ്വർക്ക് സ്ഥാപിച്ചത്. ഇവരെയൊക്കെ സംരക്ഷിച്ച് നിർത്തുന്നതിൽ ഇറാൻ ഏതാണ്ട് വിജയിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയ്ക്ക് അവരുടെ സുപ്രീം കമാൻഡർ അടക്കം നഷ്ടപ്പെട്ടു എന്നത് സത്യമാണ്. സപ്ലൈ ചെയിനുകളും ഇനി തിരിച്ചു വരാത്ത വിധം മുറിഞ്ഞു. പക്ഷേ അവർ കണ്ടെത്തിയ പുതിയ ഗറില്ല യുദ്ധമുറകൾ ഇസ്രായേലിന് വരുന്ന ആളുകളിൽ വലിയ ഭീഷണിയാണ്. ഇസ്രായേലിനും യുഎസിനും ജയിക്കണമെങ്കിൽ ഇറാനെ മാത്രം ജയിച്ചാൽ പോരാ, ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും ഷിയ പോരാളികളെയും കൂടി ജയിക്കണം എന്ന പൊതു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ ഇറാന് സാധിച്ചു. നാലാമതായി GCCയിലെ തങ്ങളുടെ അയൽക്കാരെ പൊളിറ്റിക്കലായി പാരലൈസ് ചെയ്യുക എന്നത് ടെഹ്റാൻ്റെ എക്കാലത്തെയും സൈനിക തന്ത്രമായിരുന്നു. റിയാദിനും അബുദാബിക്കും കുവൈറ്റ് സിറ്റിക്കും ഇറാൻ കൃത്യമായ സന്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. അൽ-ഉദൈദിലും അൽ-ദാഫ്രയിലുമെല്ലാം അമേരിക്കൻ സൈന്യത്തെ ഒളിപ്പിച്ചു വെച്ചാൽ നിങ്ങളുടെ നഗരങ്ങൾ ഞങ്ങൾ ലക്ഷ്യമിടും എന്ന സന്ദേശം. അമേരിക്കയ്ക്ക് ലഭിക്കുന്ന ഓപ്പറേഷണൽ ജിയോമെട്രി നിയന്ത്രിച്ച് ഈ ഓയിൽ കുത്തകകൾ നിഷ്പക്ഷത പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ പിച്ചി ചീന്തപ്പെടും എന്ന മുന്നറിയിപ്പ് അത് ടെഹ്റാൻ വെടിപ്പായി നൽകിയിട്ടുണ്ട്. ഇറാൻ ഭരണകൂടത്തിനും വലിയ നേട്ടമുണ്ട്. രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ ജനം പെട്ടെന്ന് മറന്നു. വൈദേശിക ശക്തികൾക്കെതിരെ അവർ ഒന്നായി. ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ നടന്നത് ഇനി മിഡിൽ ഈസ്റ്റ് മറക്കില്ല എന്നതാണ് സത്യം. സ്വർഗം വാഗ്ദാനം ചെയ്ത് അവിടങ്ങളിൽ പറന്നിറങ്ങിയ അമേരിക്ക ആ രാജ്യങ്ങളെ നരകമാക്കിയ യാഥാർത്ഥ്യം ഇറാനിയരുടെ മുന്നിലുണ്ടായിരുന്നു. 2026 ജനുവരിയിൽ നിരവധി ഇറാനിയൻ നഗരങ്ങൾ പാരലൈസ് ചെയ്ത തീവ്രമായ ഡൊമസ്റ്റിക് ആൻറ്റി റെജിം എതിർപ്പുകൾ നേരിടുകയായിരുന്നു. അമേരിക്ക ബോംബിട്ട് തുടങ്ങിയപ്പോൾ ഈ ദേശീയ നരേറ്റീവിനെ ആഭ്യന്തര കെടുകാര്യസ്ഥതയിൽ നിന്ന് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള സർവൈവൽ എന്നതിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അത് ഇറാൻ്റെ മറ്റൊരു നേട്ടം. യുദ്ധം ഒടുവിൽ ഡിപ്ലോമസിയിൽ കലാശിക്കുമെന്ന് ഈ കളി തുടങ്ങിയപ്പോഴേ ടെഹ്റാൻ അറിയാം. അതുകൊണ്ട് വിലപേശാനുള്ള ആസ്തികൾ അവർ നേരത്തെ കണ്ടുവച്ചു. ഹോസ്റ്റേജ് ഷിപ്പിംഗ്, എനർജി മാർക്കറ്റ് ഡിസ്ട്രപ്ഷൻ, റീജിയണൽ റോക്കറ്റ് ബാരേജുകൾ എന്നിവയെല്ലാം. അതാണ് യുദ്ധം അവസാനിപ്പിച്ച് പാകിസ്ഥാൻ ഇടനിലനിന്ന് സന്ധി കൊണ്ടുവന്നപ്പോൾ അവർ നിമിഷം താമസിയാതെ തങ്ങളുടെ ഡിമാൻഡുകൾ പറഞ്ഞത്. മുൻപുണ്ടായിരുന്ന സ്റ്റാറ്റസ് കോ ആൻറ്റിയിലേക്ക് മാറാൻ ഇറാൻ വിസമ്മതിച്ചു. പകരം തങ്ങളുടെ ബാങ്കിങ്, ഇൻഡസ്ട്രിയൽ, ഓയിൽ സെക്ടറുകൾക്ക് മേലുള്ള സെക്കൻഡറി സാമ്പത്തിക ഉപരോധങ്ങൾ അടിയന്തരമായി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അമേരിക്ക വഴങ്ങി. ബ്ലോക്ക് ചെയ്യപ്പെട്ടിരുന്ന $18.5 ബില്യൺ അവർക്ക് തിരിച്ചു കിട്ടി.
അധികം വൈകാതെ സൗത്ത് കൊറിയ, ഇറാഖ്, ജപ്പാൻ, വെസ്റ്റേൺ യൂറോപ്പ് എന്നിവിടങ്ങളിലെ ഫോറിൻ ബാങ്കുകളിൽ സ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്ന $100 ബില്യൺ വരുന്ന സോവറിൻ അസറ്റ്സും അവർക്ക് വന്നു ചേരും. ഹോർമൂസും തിരിച്ചു കിട്ടി. ഇവിടെയെല്ലാം തോറ്റത് അമേരിക്കയാണെന്ന് അംഗീകരിക്കാത്ത ഒരേ ഒരാൾ ഡൊണാൾഡ് ട്രംപ് മാത്രമായിരിക്കും. ഇറാൻ ഇനി മുതൽ അന്താരാഷ്ട്ര വേദികളിൽ ശബ്ദം നഷ്ടപ്പെട്ട റിപ്പബ്ലിക്കല്ല, അമേരിക്കയോട് തോളൊപ്പം നിന്ന് യുദ്ധവിരാമ സന്ധികൾ ഒപ്പിടാൻ ശേഷിയുള്ള രാജ്യമാണ്. മാത്രമല്ല, ഇറാൻ സ്തംഭിച്ചാൽ ലോകം സ്തംഭിക്കുമെന്ന പ്രതിച്ഛായ അവർ സൃഷ്ടിച്ചില്ലേ? നമ്മുടെ അടുക്കളകൾ പോലും അനുഭവിച്ചതല്ലേ? ഇസ്ലാമാബാദിലെ സീസ്ഫയർ മെമ്മോറണ്ടത്തിൽ മറ്റൊന്നുകൂടി കണ്ട്, ഇറാന്റെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെയോ സൈനിക കമാൻഡറെയോ ശാസ്ത്രജ്ഞന്മാരെയോ ഇറാന്റെ ടെറിട്ടറിക്കുള്ളിൽ വെച്ച് ടാർഗറ്റ് ചെയ്ത് വധിക്കുന്നത് അന്താരാഷ്ട്ര വിചാരണ അർഹിക്കുന്ന കുറ്റമായി പരിഗണിക്കണമെന്ന് ടെഹ്റാൻ ആവശ്യപ്പെട്ടിരുന്നു. അവരുടെ സുപ്രീം ലീഡർ അടക്കം ഒരു വിദേശ ശക്തിയാൽ കൊല്ലപ്പെട്ടത് കണ്ട് മടുത്തു പറഞ്ഞതാണ്. ഇറാന്റെ ആണവ സയന്റിസ്റ്റുകളെയും മിലിറ്ററി കമാൻഡർമാരെയെല്ലാം ഇങ്ങനെ നിരവധി തവണ ഇറാനിയൻ മണ്ണിൽ വെച്ച് തന്നെ ഇസ്രായേലും അമേരിക്കയും കൊന്നിട്ടുണ്ട്. ഇറാന്റെ ഈ വ്യവസ്ഥ പൂർണ്ണമായും സമ്മതിക്കപ്പെട്ടിട്ടില്ല എങ്കിലും പരിഗണനാർഹമായ വിഷയമായി ഉൾപ്പെടുത്തി അതിൽ അടുത്ത റൗണ്ട് ചർച്ചകൾ നടത്താമെന്ന് ഇരുകൂട്ടരും സമ്മതിച്ചിട്ടുണ്ട്. ഇറാന്റെ നഷ്ടങ്ങളും പറയാതെ വയ്യ. സുപ്രീം ലീഡർ അലി ഖമൈനിയുടെ രക്തസാക്ഷിത്വം അവരുടെ ചരിത്രത്തിലെ ഇനിയൊരിക്കലും മായാത്ത വടുവാണ്. ലെജൻഡറിയായ IRGC ഗുഡ്സ് ഫോഴ്സ് കമാൻഡർമാരുടെയും ഡിഫൻസ് മിനിസ്ട്രിയിലെ പ്രധാന അംഗങ്ങളുടെയും നഷ്ടം ഇറാന് നികത്താൻ പറ്റില്ല. ഖമൈനിയുടെ മരണം സ്റ്റേറ്റിൻ്റെ ഫാക്ഷനുകളെ ഒരുമിച്ച് നിർത്തിയിരുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആത്മീയവും രാഷ്ട്രീയവുമായ അതോറിറ്റിയുടെ നന്നായി ക്യൂറേറ്റ് ചെയ്ത നെക്സസിനെയാണ് തകർത്തത്. പെട്ടെന്നുണ്ടായ ശൂന്യത ഇറാനിലെ പൊളിറ്റിക്കൽ എലൈറ്റിനുള്ളിൽ പൗരോഹിത്യ ഭരണത്തിൻ്റെ ദീർഘകാല ഐഡിയോളജിയെ, അതിൻ്റെ സ്റ്റെബിലിറ്റിയെ ആ മരണം നശിപ്പിച്ചിട്ടുണ്ട്. അതിന് വരുന്ന ആളുകളിൽ കടുത്ത ആഭ്യന്തര കലഹങ്ങളിലേക്ക് ഇറാനെ നയിക്കാനും സാധ്യതയുണ്ട്. ഇറാന് നല്ല ആൾനാശം ഉണ്ടായി. 6000-ലധികം പട്ടാളക്കാരെ നഷ്ടപ്പെട്ടു. 15,000-ലധികം പേർക്ക് പരിക്കേൽക്കുകയോ സ്ഥിരമായി ഇൻകപ്പാസിറ്റേറ്റ് ചെയ്യപ്പെടുകയോ ചെയ്തു. എലൈറ്റ് IRGC നേവൽ യൂണിറ്റുകളിലെയും ബാലിസ്റ്റിക് മിസൈൽ ടെക്നിക്കൽ ടീമുകളിലെയും എക്സ്പീരിയൻസ്ഡ് കമ്മ്യൂണിക്കേഷൻസ് ഓഫീസർ കേഡറിലെയും സ്പെഷ്യലിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടവരിലേറെയും. ഇറാൻ സായുധ സേനയുടെ ഫീൽഡ് ടെസ്റ്റഡ് ലീഡർഷിപ്പിനെ അത് ഉലച്ചിട്ടുണ്ട്. ആ നഷ്ടം നികത്തപ്പെടാൻ 3 വർഷം വരെ സമയം വേണ്ടിവരും. നഗരകേന്ദ്രങ്ങൾക്ക് സമീപമുണ്ടായ അമേരിക്കൻ ഇസ്രായേലി സ്ട്രൈക്കിൽ 3400-ലധികം ഇറാനിയൻ സിവിലിയന്മാർ കൊല്ലപ്പെട്ടു. 26,500 പേർക്ക് പരിക്കേറ്റു. തെക്കൻ തീരത്തും പടിഞ്ഞാറ് അതിർത്തിയിലും ഉണ്ടായ ബോംബിങ്ങിൽ നാശനഷ്ടം ചെറുക്കാൻ 3.5 ലക്ഷം മനുഷ്യരെയാണ് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നത്. ഈ വലിയ അഭയാർത്ഥി പ്രവാഹം ടെഹ്റാന്റെ പ്രാന്തപ്രദേശങ്ങളിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഇവരെ എന്ത് ചെയ്യണമെന്ന് ഇറാൻ ഇപ്പോഴും അറിയില്ല. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഇറാന്റെ സ്ട്രാറ്റജിക് സർഫസ് ടു എയർ മിസൈൽ ഡിഫൻസിനെ ഡിസ്മാൻഡിൽ ചെയ്തു കഴിഞ്ഞു. അതിന് ഇനി 10 പൈസ വിലയില്ലെന്ന് ഇറാനും തിരിച്ചറിഞ്ഞു. അവർക്കിനി പുതിയ സിസ്റ്റങ്ങൾക്കായി റഷ്യയിലേക്ക് നോക്കേണ്ടതുണ്ട്. ഇറാൻ എയർഫീൽഡ് ഇപ്പോഴും തുറന്നു കിടക്കുന്നു. ഒരു അമേച്ചർ ഡ്രോൺ ഓപ്പറേറ്റർക്ക് പോലും അവിടെ കടന്നു കയറി എന്തും ചെയ്യാം. ഇറാന് അറബ് ഹാർട്ട്ലാൻഡിൽ നിന്ന് ഇനിയൊരു മനസാക്ഷി വോട്ട് കിട്ടുക എളുപ്പമല്ല. സൗദിക്കും ഖത്തറിനും UAEക്കുമെല്ലാം അത്രയും ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. ചൈന ഇറാന് വേണ്ടി നടത്തിയിരുന്ന എല്ലാ മധ്യസ്ഥ ശ്രമങ്ങളിലും അറബ് ലോകവുമായുള്ള പിൻവാതിൽ ബന്ധമായിരുന്നു പ്രധാന ടാർഗറ്റ്. അതിന് നടക്കില്ല. ട്രംപ് പറഞ്ഞേക്കാൻ ഞങ്ങളാണ് ജയിച്ചതെന്ന്. തങ്ങൾക്ക് വേണ്ടത് കിട്ടിയെന്ന് നെതന്യാഹു അവകാശപ്പെടാം. യുദ്ധം നേട്ടമുണ്ടാക്കിയെന്ന് ഇറാനും പറയാം. ലോകം അത്തരം ലാഭനഷ്ട കണക്കുകൾക്ക് ചെവി കൊടുക്കുന്നില്ലെന്ന് ഇനി ആരാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുക? യുദ്ധം കൊണ്ട് പ്രയോജനം കിട്ടിയ വേറൊരു കൂട്ടരുണ്ട്. ആളെക്കൊല്ലാൻ ആയുധങ്ങളും യുദ്ധം കഴിയുമ്പോൾ പുനർനിർമ്മാണവും വാഗ്ദാനം ചെയ്യുന്ന ചില കങ്കാണിമാർ. അവരെക്കുറിച്ച് ഇനിയൊരു വീഡിയോയിൽ പറയാം.